നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെയും നമുക്ക് കർത്തൃസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ വചനങ്ങളെ ധ്യാനിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എല്ലാ മഹത്വവും തിരുപാദപീഠത്തെങ്കിൽ അർപ്പിക്കുന്നു. നമ്മൾ കഴിഞ്ഞ തവണ ഒത്തുകൂടിയപ്പോൾ 2 പത്രോസ് 3:17 വായിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിനെന്ന അപ്പോസ്തലന്മാരുടെ വാക്കുകളെ നമ്മൾ കൂടെ പറയുകയായിരുന്നു. ഈ കാലഘട്ടത്തിൽ പലവിധമായ വഞ്ചനകൾ നമ്മുടെ ചുറ്റുമുണ്ട്. വിശുദ്ധന്മാർ വളരെ ജാഗ്രതയോടെ ആയിരിക്കണം. നിസ്സാരമായ വാക്കുകളിലൊക്കെയാണ് കുടുക്കിക്കളയുന്നത്. ദൈവവചനത്തിൻ്റെ അർത്ഥങ്ങളും ആഴങ്ങളും അതിൻ്റെ വ്യാഖ്യാനമൊക്കെ അതിൻ്റെ ഉള്ളടക്കത്തിൽ നിന്ന് വഴുതി മാറിയ നിലയിലൊക്കെ പല കാര്യങ്ങളും പലരും പറയുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വിശുദ്ധന്മാരുടെ വിരുദ് തെറ്റാനുള്ള സാധ്യതയുള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിടയ്ക്ക് സൂചിപ്പിക്കുന്നത്. ആദ്യ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ വളരെ ജാഗ്രതയോടെ കണ്ണിലെണ്ണയൊഴിച്ച് എന്ന വണ്ണം അവർ കാത്തിരുന്ന് വിശുദ്ധന്മാരെ പഥ്യോപദേശത്തിൽ നടത്തിയിരുന്നു. അതുപോലെ ഈ തലമുറയിലും വിവിധങ്ങളായ കാറ്റുകൾ അടിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദാസന്മാർ ജാഗ്രതയോടെ ഇരുന്ന് ആ വക കാര്യങ്ങളെ ജനത്തെ ധരിപ്പിക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമായതുകൊണ്ടാണ് പലവിധമായ കാര്യങ്ങളെ നമ്മൾ പറയുന്നത്. കഴിഞ്ഞ സാറ്റർഡേ നമ്മൾ ഒരുമിച്ച് കൂടിയതിന് ശേഷവും പിന്നീടും കിട്ടിയ അവസരങ്ങളിലൊക്കെ അതിനോട് ചേർത്ത് വെച്ച് പല കാര്യങ്ങളും ഞാൻ പറയാനിടയായിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങളെ കേട്ടവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അതായത് വഞ്ചനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അവിടെ സൂചിപ്പിച്ചത്. കഴിഞ്ഞ മെസ്സേജുകളിലൊക്കെ ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യമാണ്, പെന്തക്കോസ്ത് എന്ന് പറയുന്ന ആ സമൂഹം അവർ വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി വലിയ വില കൊടുത്ത് ഇറങ്ങി വന്നൊരു സമൂഹമാണ്. ആ സമൂഹം ആത്മാവിലുള്ള ആരാധനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. ശരിക്കും പറഞ്ഞാൽ 19-ാം നൂറ്റാണ്ടിൽ സുവിശേഷ മുന്നേറ്റങ്ങൾ ഉണ്ടായ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സുവിശേഷ മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിശ്വാസ സ്നാനത്തിനൊക്കെ ഊന്നൽ കൊടുത്തുകൊണ്ട് ഒത്തിരി ഗ്രൂപ്പുകൾ രംഗത്ത് വന്നിരുന്നു. അതിനൊക്കെ ശേഷം 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദമായപ്പോൾ പെന്തക്കോസ്ത് മുന്നേറ്റം ഉണ്ടായി. അങ്ങനെ പെന്തക്കോസ്തിൻ്റെ ദൗത്യവുമായിട്ട് മിഷണറിമാർ മലയാളക്കരയിലും കടന്നു വന്നു. അങ്ങനെ അവരിൽ നിന്ന് ലഭിക്കപ്പെട്ട ആ ദൗത്യം നമ്മുടെ പൂർവന്മാരായ പിതാക്കന്മാർ മലയാളക്കരയിൽ ഉച്ചൈസ്തരം ഘോഷിച്ചു. മലയാളക്കരയിൽ അതുവരെ അത്രമേൽ കേൾക്കാത്ത പല കാര്യങ്ങളും അവർ കേൾക്കാനിടയായി. ആത്മസ്നാനത്തിൻ്റെ അനുഭവങ്ങളൊക്കെ അനേകർക്ക് ലഭിക്കുകയും പരിശുദ്ധാത്മ ശക്തിയിൽ വലിയ മുന്നേറ്റങ്ങളും സഭാ സംസ്ഥാപനങ്ങളൊക്കെ സംഭവിക്കാനിടയായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പൂർവന്മാർക്ക് വെളിപ്പെട്ട് കിട്ടിയ ബോധ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ സമൂഹത്തിന് വലിയ അനുഗ്രഹമായിരുന്നു. അങ്ങനെ അരക്കിട്ടുറപ്പിച്ച് മുൻപോട്ട് വന്ന ഒരു വലിയ സമൂഹമാണ് പെന്തക്കോസ്ത് സമൂഹം. കാലാന്തരത്തിൽ ജഡത്തിലൊക്കെ വഴുതിപ്പോയി പലവിധമായ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇടയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ സത്യമായിരിക്കുമ്പോൾ തന്നെയും ചില അടിസ്ഥാനപരമായ പ്രമാണങ്ങളുണ്ട്. ആ പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് വ്യതിചലിക്കാനോ മാറിപ്പോകാനോ സാധ്യമല്ല. ആത്മാവിലുള്ള ആരാധനയെക്കുറിച്ചുള്ള ആഴങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ പെന്തക്കോസ്ത് മുന്നേറ്റത്തിന് മുൻപ് മലയാളക്കരയിൽ വേർപാട് പ്രസ്ഥാനങ്ങളുണ്ടായിരുന്നു. പെന്തക്കോസ്ത് മുന്നേറ്റത്തിന് മുമ്പ് ഇവിടെ വേർപാട് പ്രസ്ഥാനങ്ങളുണ്ടായിരുന്നു. വേർപാട് പ്രസ്ഥാനത്തിലുള്ളവരൊക്കെ സുവിശേഷം നല്ല നിലയിൽ പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിലൊക്കെ മഹാരഥന്മാരായ ആളുകളുണ്ടെന്നുള്ളത് നമുക്കറിയാമല്ലോ. എന്നാൽ പെന്തക്കോസ്ത് സമൂഹം അതിൽ നിന്ന് കുറച്ചുകൂടെ മുൻപോട്ട് പോയി ആ മാളികമുറിയുടെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. അതായത് ആത്മാവിലുള്ള ആരാധന, അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുക, മഹത്വപ്പെടുത്തുക എന്ന നിലയിലേക്കൊക്കെ എത്തിച്ചേർന്നു. അപ്പോൾ അതിന് മുൻപുണ്ടായിരുന്ന ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് തികച്ചും വിഭിന്നമായി ഈ ഒരു സമൂഹം വ്യത്യസ്തതയോടുകൂടി നിന്നു. ആ സമയത്ത് ഈ പെന്തക്കോസ്ത് സമൂഹത്തെ മറ്റുള്ളവർ വിളിച്ചിരുന്നത് മറുഭാഷക്കാരെന്നാണ്. അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. അന്യഭാഷക്കാരെന്നൊന്നും അല്ല പറയുന്നത്, മറുഭാഷക്കാരെന്നാണ്. അപ്പം മറ്റിതര ക്രൈസ്തവ സമൂഹങ്ങൾ അനുവർത്തിക്കാത്തതും അനുഭവിക്കാത്തതുമായ കാര്യങ്ങൾ പെന്തക്കോസ്ത് സമൂഹത്തിലുള്ളവർ അനുഭവിക്കുന്നുണ്ട്. അവർ ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷകളിലൊക്കെ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു നിലയാണ് അവരുടെ കൂടിവരവുകളിലൊക്കെ ഉള്ളത്. അങ്ങനെ കാലങ്ങൾ തന്നെ മുൻപോട്ട് പോയി 1 നൂറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാം. 1 നൂറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു. മലയാളക്കരയിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ ആ അഗ്നി കത്തിയിട്ട്, അല്ലേ, അത് അനേകരിലേക്ക് പകരപ്പെട്ടിട്ട് അങ്ങനെ ഉപദേശ സത്യങ്ങളും വെളിപ്പാടുകളും ഒക്കെ പ്രാപിച്ചുകൊണ്ട് രാജ്യം മുഴുവനും രാജ്യത്തിന് വെളിയിലും ഒക്കെ കടന്നുപോയി സുവിശേഷം അറിയിച്ചവരാണ് നമ്മുടെ പൂർവന്മാർ. അങ്ങനെ അറിയിക്കുകയും സ്ഥാപിക്കുകയും ഒക്കെ ചെയ്ത ആത്മീയ സത്യങ്ങളും ഉപദേശ സത്യങ്ങളും ഒക്കെ നിസ്സാര സമയം കൊണ്ട് ആളുകൾ ചുമ്മാ തട്ടിമറിച്ച് കളയുന്ന കാണുമ്പോൾ അനേകരും മൗനമായിട്ടിരിക്കുന്നുണ്ട്.
എനിക്കെന്തോ അങ്ങനെ മൗനമായിരിക്കാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് ഞാൻ വഞ്ചകരെ സൂക്ഷിക്കുക എന്നുള്ളൊരു തലക്കെട്ടുമായിട്ട് നിങ്ങളുടെ നടുവിലേക്ക് കടന്നു വന്നത്. വഞ്ചകരെ സൂക്ഷിക്കുക. അതിന് ഞാൻ കൂട്ടുപിടിച്ചത് അപ്പോസ്തലനായ പത്രോസിനെയാണ്. 2 പത്രോസ് 3:17 മുൻനിർത്തിക്കൊണ്ടാണ് സംസാരിച്ചത്. എനിക്ക് തോന്നുന്നു 2024 23 മറ്റോ നമ്മൾ ക്രൂശിൻ്റെ ശത്രുക്കൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുമായിട്ട് രംഗത്ത് വന്നു. ക്രൂശിൻ്റെ ശത്രുക്കൾ. ശരിക്കും ക്രൂശിൻ്റെ ശത്രുക്കൾ എന്ന് പറയുന്നത് ന്യൂജൻ പെന്തിക്കോസ്ത് എന്നൊക്കെ പറയുന്ന കൂട്ടര്, ഈ നുഴഞ്ഞു കയറ്റക്കാരെന്നൊക്കെ നമ്മൾ പറയുന്നവർ, അവരുടെ ആശയങ്ങളും കാര്യങ്ങളും ഇങ്ങോട്ട് കൊണ്ടുവരുവാനൊക്കെ പരിശ്രമിക്കുന്ന ഏതാണ്ട് പെന്തിക്കോസ്തിനോട് അങ്ങനെ തന്നെ സാമ്യമുള്ളൊരു ഗ്രൂപ്പാണത്. പെട്ടെന്നൊന്നും മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്, എങ്കിലും തിരിച്ചറിയാൻ കഴിയും. അത്യാവശ്യം കൃപ പ്രാപിച്ചവർക്കൊക്കെ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് അവരുടെ കയ്യിലുള്ളത്. അവർ പെട്ടെന്നൊക്കെ രംഗത്ത് വന്ന് നിന്നിട്ട് പറഞ്ഞു കളയും. ചിലപ്പോൾ അവർ നിന്ന നിപ്പിലൊരു കുപ്പി വെള്ളമൊക്കെ എടുത്തിട്ട് പറയും ഇത് മുഴുവൻ വീഞ്ഞാന്ന് പറയും. അങ്ങനെ പറയാവുന്നതെല്ലാം പറയും, ചെയ്യാവുന്നതൊക്കെ അവർ ചെയ്യും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അതിനനുസരിച്ച് ദൈവവചനത്തിൻ്റെ വെളിപ്പാടൊന്നും ഇവർക്കില്ല. അത്തരക്കാർ ഏറ്റവും പ്രാധാന്യം കൊടുത്ത് കൈകാര്യം ചെയ്തിരുന്ന വിഷയമാണ് അഭിഷേകം എന്നുള്ളത്. ദൈവവചനത്തിന് അത്ര പ്രാധാന്യമില്ല. അവർ അഭിഷേകത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്ന കൂട്ടരാണ്. അതായത് ഏതോ ഒരു ആത്മാവിൻ്റെ സ്പർശനത്താൽ അവർ അഭിഷേകം പ്രാപിച്ച് ആ അഭിഷേകത്തിൻ്റെ നിറവിൽ കുറേ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു കൂട്ടുന്നു. അതായിരുന്നു അവരുടെ രീതി. എന്നാൽ ആ സബ്ജക്റ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് വഞ്ചകരെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതായത് വളരെ സൂക്ഷ്മതയോടെ, ആദ്യം പറഞ്ഞതൊക്കെ LKG UKG കേസസ് ആണെങ്കിൽ പിന്നീട് നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ LKG UKG ഡിഗ്രി ലെവലൊന്നും അല്ല, പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലുള്ള കാര്യങ്ങളാണ്. അതായത് അത്ര പെട്ടെന്നൊന്നും മനസ്സിലാകില്ലാത്ത കാര്യങ്ങൾ. കഴിഞ്ഞ ആഴ്ച നമ്മൾ നമ്മുടെ മെസ്സേജിനിടയ്ക്ക് ഒരു വീഡിയോ തന്നെ കാണിച്ചു. ആ വീഡിയോ കാണിച്ചിട്ട് ചില കാര്യങ്ങൾ പറയാനായിട്ട് പരിശ്രമിച്ചു. പിന്നീട് നമ്മുടെ റെക്കോർഡിങ് യൂട്യൂബിലേക്കൊക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം അവിടെ ആ വീഡിയോ കണ്ടില്ലല്ലോ എന്ന് പലരും പറഞ്ഞു. വീഡിയോ കണ്ടില്ലെങ്കിലും വീഡിയോയുടെ ഉള്ളടക്കം 1 മിനിറ്റേ ഉള്ളൂ. അത് നമ്മുടെ സഹോദരൻ രതീഷ് വായിച്ച് കേൾപ്പിച്ചല്ലോ. ആ വീഡിയോയിലെ പ്രസംഗി പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ വായിച്ച് കേൾപ്പിച്ചു. നമ്മളതിൻ്റെ വിശദീകരണമാണ് തന്നത്. അതൊന്നും പെട്ടെന്നൊരാൾ കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഗ്രഹിക്കാനായിട്ട് എളുപ്പമല്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് എനിക്കറിയില്ല. ആ വീഡിയോ നമ്മൾ വളരെ സീനിയറായിട്ടുള്ള കുറച്ച് പാസ്റ്റേഴ്സിന് കൊടുത്തിരുന്നു. അവരോട് ഒന്നും അറിയാത്ത അവരോടത് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് പറയാമോ എന്ന് ചോദിച്ചിരുന്നു. അവർക്ക് പലർക്കും ഗൗരവമായിട്ടത് മനസ്സിലായില്ല. അവരിങ്ങനെ എങ്ങും തൊടാതെ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ അതാണിതാണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും സംഭവം കത്തിയിട്ടില്ലെന്ന്. അപ്പോൾ അതുപോലെ തന്നെയാണ് അത്ര സീരിയസ് ആയി കാര്യങ്ങളെ ഒന്നും ചിന്തിക്കാത്തൊരു വിശ്വാസിക്ക് കൊടുത്തിട്ട് ഇത് കേട്ടിട്ട് എന്ത് തോന്നുന്നു ചോദിച്ചു കഴിഞ്ഞാൽ കൊള്ളാം, തിരക്കേടില്ല എന്ന് പറയും. അതല്ലാതെ അതിലെ ഉപദേശപ്പശകളും വചനവിരുദ്ധതയും മറിച്ചിടലുകളും ഒന്നും ആരും തിരിച്ചറിയില്ല. ശരിക്കും മറിച്ചിടുകയായിരുന്നു. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിൽ ദാദാനെ അബീരാമിനെയും കൊണ്ടുവന്നു. കോരഹൊക്കെ രംഗത്ത് വന്നു. ഭൂമി വാവളർന്ന് ഈ ആശാന്മാർ കീഴോട്ട് പോയി, കീഴേ പാതാളത്തിലേക്ക് പോയി. ഭൂമി അവരെ മൂടിക്കളഞ്ഞെന്നാണ് നമ്മൾ സങ്കീർത്തനത്തിൽ വായിച്ചത്. അവർ മണ്ണിനടിയിലേക്ക് പോയി. നേരെ പോയത് എങ്ങോട്ടാ? ടോർമെൻറ്റിങ് പ്ലേസിലേക്ക്. ഡയറക്റ്റ് ജീവനോടെ തന്നെ അങ്ങ് പോയി കളഞ്ഞു. അവരെല്ലാം സ്വർഗത്തിൽ വന്ന് ചായയും കാപ്പിയൊക്കെ കുടിക്കുമെന്നൊക്കെ ആളുകൾ പ്രസംഗിച്ച് കഴിഞ്ഞാൽ നമുക്കതിനോട് യോജിക്കാൻ കഴിയില്ല. അങ്ങനെ പ്രസംഗിക്കുന്ന ആരോടും നമുക്ക് വൈരാഗ്യമോ ദേഷ്യമോ ഒന്നുമില്ല. പക്ഷേ അതൊരു വഞ്ചനയാണ്, ശുദ്ധ വഞ്ചനയാണ് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ എല്ലാം ധരിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൽ വളരെ ബോധ്യത്തോടു കൂടി തന്നെയാണ് കർത്താവിൻ്റെ ദാസൻ പൗലോസ് ആ കാര്യങ്ങൾ എഴുതി വച്ചിരിക്കുന്നത്. വളരെ കൃത്യമായിട്ടാണ് ഇസ്രായേൽ മിസ്രൈമിലായിരുന്നെന്നും ഇസ്രായേലിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ചെങ്കടലും കടന്ന് മുൻപോട്ട് പ്രയാണം ചെയ്തപ്പോൾ അവർ മേഘസ്തംഭത്തിലും അഗ്നിസ്തംഭത്തിലും ഒക്കെയാണ് സഞ്ചരിച്ചത്. അതൊരു വലിയ ചിന്തനീയമായ കാര്യമാണ് കേട്ടോ. അവർ ദൈവ സാന്നിധ്യത്തിലാണ് മുൻപോട്ട് പോയത്. ദൈവ സാന്നിധ്യത്തിലിരുന്ന ജനമാണ് മരുഭൂമിയിൽ പട്ടുപോയത്. നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത മെസ്സേജിനടിയിലൊക്കെ പലരും പലപ്പോഴായിട്ട് പറഞ്ഞു അങ്ങനെ പട്ടുപോയി എന്നൊക്കെ പറയല്ലേ എന്ന്. പട്ടുപോയി എന്ന് പറഞ്ഞാൽ നശിച്ചു പോയി എന്നാണ് അതിൻ്റെ മലയാള അർത്ഥം, അല്ലാതെ വേറെ അർത്ഥമൊന്നുമില്ല. അവർ മരുഭൂമിയിൽ നശിച്ചുപോയി. അവരുടെ പ്രാണന് ക്ഷയം വന്നെന്നാണ് 106-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചത്. അതിന് വേറെ ഡെക്കറേഷനൊക്കെ കൊടുക്കാൻ എനിക്കറിയില്ല. അവരുടെ പ്രാണന് ക്ഷയം വന്നെന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞെന്നാണ് എഴുതിയിരിക്കുന്നത്. മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചവരെ പിന്നത്തേതിൽ മരുഭൂമിയിൽ നശിപ്പിച്ചു കളഞ്ഞെന്നാണ് യൂദായുടെ ലേഖനത്തിൽ താൻ 5-ാം വാക്യത്തിലൂടെ പറയുന്നത്. അപ്പോൾ വളരെ സ്പഷ്ടമായിട്ടാണ് ആ കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വന്നത്. വളരെ കൃത്യതയോടുകൂടിയാണ് ആ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നത്. അപ്പം അതിനോടനുബന്ധിച്ച് ഞാനൊരു ഉദാഹരണം കൂടെ പറഞ്ഞിരുന്നു.
ആ അത്രയും ഭാഗം മാത്രം നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ശരിക്കും അതിൻ്റെ ഈ പറഞ്ഞ പോലെ വാലും തലയുടെ ഒരു വിഷയമുണ്ട്. എങ്കിലും അതിൻ്റെ ആ ഉള്ളടക്കം ആളുകൾ കേൾക്കുമ്പോൾ ഗ്രഹിക്കാൻ പറ്റുന്നത് ഗ്രഹിക്കട്ടെ എന്നോർത്ത് അപ്ലോഡ് ചെയ്തതാണ്. അതായത് ഓട്ടക്കളത്തിൽ ഓടുന്ന കാൾ ലൂയിസിനെയും ബെൻ ജോൺസനെയും നമ്മൾ പരിചയപ്പെടുത്തി. അപ്പോൾ ഈ നവീന പെന്തിക്കോസ്തുകാർ, പെന്തിക്കോസ് എന്ന് പറയാൻ പറ്റില്ലല്ലോ, ബ്രന്തക്കോസ്തുകാർ, ഇത് മിക്സാണ്, സങ്കരവർഗമാണ്, ഈ രണ്ടും കൂടെ കൂടിയ തരം ആൾക്കാരാണ്. അത്തരക്കാർ പറയുന്നത് നിങ്ങൾ ഇങ്ങനെ പരിശോധനയുണ്ട്, പരീക്ഷയുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നും പറഞ്ഞ ആളുകളെ നിരന്തരം ശല്യം ചെയ്യുകയാണ്. ശരിക്കും ജനം ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നോക്കണേ എത്ര മനോഹരമായിട്ടാണ് അവരവരുടെ കാര്യം സ്ഥാപിക്കാൻ വന്നത്. ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഏത് കോച്ചും പരിശീലകനെ അവർ വെളിയിൽ നിന്നുകൊണ്ട് ആപ്പ് 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 എന്നേ പറയുള്ളൂ, പ്രോത്സാഹിപ്പിക്കുകയുള്ളൂ. കണ്ടു നിൽക്കുന്ന കൂട്ടു സഹോദരങ്ങളും അതുപോലെ പ്രോത്സാഹിപ്പിക്കുകയുള്ളൂ. അല്ലാതെ ഇരിക്കരുത്, കിടക്കരുത്, നിൽക്കരുത് എന്നൊന്നും പറഞ്ഞ് അവരാരും ശല്യം ചെയ്യില്ല എന്ന് പറഞ്ഞു. അതങ്ങനെ തന്നെ കേൾക്കുന്ന ഏതൊരു വിശ്വാസിയും ഒന്ന് ചിന്തിച്ചു പോവും, ഓ ഈ ബ്രദർ പറഞ്ഞതിനകത്ത് ന്യായമുണ്ടല്ലോ. ബ്രദറല്ലേ പറഞ്ഞത്? അതെ അതെ, ബ്രദർ പറഞ്ഞതിനകത്ത് ന്യായമുണ്ടല്ലോ. ആരെങ്കിലും ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ട് ഈ കോഷൻ്റെ ബോർഡും ഒക്കെ ആയിട്ട് മുമ്പിൽ വന്ന് ഈ തലയോട്ടിയുടെ പടവേ അതൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് നിൽക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ന്യായമാണ്. അത് ന്യായമായ കാര്യമല്ലേ? അതിനകത്ത് എന്താ അന്യായമുള്ള? ഒരു അന്യായമില്ല. അതാണ് സാത്താൻ്റെ വഞ്ചന എന്ന് പറയുന്നത്. സാത്താൻ ആരാ മോൻ? ചില്ലറ പുള്ളിയല്ല, അവൻ വഞ്ചിക്കുന്നത് അങ്ങനെയാണ്. കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇമ്പകരമാണല്ലോ, ഇത് നമുക്ക് വേണ്ടിയുള്ള ഒരു സന്ദേശമാണല്ലോ, അല്ലെങ്കിൽ ഇത് നമ്മുടെ ബുദ്ധിപദേശത്തിന് തന്നതാണല്ലോ എന്നൊക്കെ ഓർത്തു പോകും. അങ്ങനെ തന്നെയാണ് നമ്മുടെ ഗ്രാൻഡ് മദറായ ഹൗവ അമ്മിച്ചിയും വിചാരിച്ചത്. നന്മയ്ക്ക് വേണ്ടി ഇദ്ദേഹം പറയുന്നത് ഞാനിതിനെ തള്ളിക്കളയുന്നത് എന്ന് കരുതി പോയി പറിച്ചു തിന്നു. എന്തായി എന്ന് നമുക്ക് ചരിത്രത്തിൽ അറിയാം. അപ്പോൾ അതുപോലെ ഇന്ന് ഇങ്ങനത്തെ വഞ്ചനകൾ പറയുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല പലരും. കേൾക്കുന്നപടി അതങ്ങ് ഏറ്റെടുക്കുകയാണ്. നമ്മളിവിടെ ചങ്ക് പൊട്ടി ഒത്തിരി ഗൗരവമായ കാര്യങ്ങൾ പലപ്പോഴും പറയാറുണ്ട്. അതൊന്നും ആരും അതേ സ്പീഡിൽ ഏറ്റെടുക്കാറില്ല. അതൊക്കെ ആളുകൾ തട്ടിക്കഴിച്ച് നോക്കിയിട്ട് അവിടെയുണ്ടോ ഇവിടെയുണ്ടോ എന്നൊക്കെ നോക്കി കഷ്ടപ്പെട്ടിട്ടാണ് അതിൽ പലതും സ്വീകരിക്കുന്നത്. അതേസമയം ഇത്തരക്കാരിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് ആളുകൾ ഏറ്റെടുക്കുകയാണ്. ശരിയല്ലേ? ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അനാവശ്യമായി ശല്യം ചെയ്യരുത്, അവർക്ക് ആ ഫ്രീഡം കൊടുക്കുക, വെറുതെ അതിൻ്റെ പുറത്ത് ലീഗലിസോ അതും ഇതൊക്കെ ആയിട്ട് വരരുത്, ശല്യം ചെയ്യരുത് എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ ആ ഫ്രെയിമിനെ ഒന്ന് തിരിച്ചു വെച്ച് നോക്കിയപ്പോൾ നമ്മൾ എന്താ കണ്ടത്? ഈ പറയുന്ന ഓട്ടക്കാരൻ കാൾ ലൂയിസോ ബെൻ ജോൺസണോ ഇനി വേറെ ഏതെങ്കിലും ജോൺസണോ ഉണ്ടെങ്കിൽ അവരൊക്കെ നിരന്തരമായ പരിശീലനങ്ങളിലാണ്. അവരുടെ കോച്ചുമാർ പറയുന്ന കാര്യങ്ങൾ അവർ അങ്ങനെ തന്നെ സ്വീകരിക്കും. അവരൊരു രാജ്യത്തെ റെപ്രസെൻ്റ് ചെയ്യുകയാണ്. അവർക്ക് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരു രാജ്യത്തിൻ്റെ സ്വപ്നം അവരുടെ മേലുണ്ട്. അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ കഴിയുന്നവരല്ല. അങ്ങനെ ഏതൊരു മനുഷ്യനും മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു. ഒരു ഫ്രെയിമിൻ്റെ രണ്ട് വശമാണ് കാണിച്ചത്. ഒരു സൈഡിൽ അവർ ഓടുന്നതാണ്, അവിടെ ഓക്കെ, നമ്മളിങ്ങനെ തംസപ്പ് കാണിക്കും ആ ഭാഗത്ത്. തിരിച്ചു പിടിക്കുമ്പോൾ ആ ഓട്ടത്തിലേക്ക് അവരെ നയിക്കുന്ന അവരുടെ പരിശീലകരുണ്ട്, അവരുടെ സപ്പോർട്ടിംഗ് സ്റ്റാഫുണ്ട്, അങ്ങനെ പലരുണ്ട്. അവരൊക്കെ ഇവർക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇവരും പല കാര്യങ്ങളിൽ ഉത്സാഹിക്കുന്നുണ്ട്. ഇതൊന്നും കാണാതെ പെരിഫറൽ ലൈനിൽ നിന്നുകൊണ്ട് ചുമ്മാ അങ്ങ് പറയുകയാണ്, നമുക്ക് ഫുൾ ഫ്രീഡം കിട്ടിയിരിക്കുന്നു, കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടത്, വിശ്വാസത്താലാണ് രക്ഷിക്കപ്പെട്ടത്, ഇനി വിശ്വാസത്താൽ ചുമ്മാ അങ്ങ് പോയിക്കൊണ്ടിരുന്നാൽ മതി എന്ന്. അതല്ലാതെ ഈ പറയുന്ന പോലെ ഇരിക്കരുത്, കിടക്കരുത്, തിന്നരുത്, കുടിക്കരുതെന്നോ എന്തൊക്കെയോ പറയും അവർ. അങ്ങനെയൊക്കെ പറഞ്ഞു വരുന്നത് വലിയ അപകടമാണെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ കണ്ടെത്തിയ കാര്യം ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞ പുള്ളികളെല്ലാം സാത്താൻ്റെ നിയോഗത്താലാണ് വർത്തമാനം പറയുന്നത്. ഭയങ്കര ടീച്ചർമാരായിട്ടാണ് വരുന്നത്. ആയിരങ്ങളെ പതിനായിരങ്ങളെ തങ്ങളോട് അടുപ്പിച്ച് നിർത്തിയിട്ടൊക്കെയാണ് ഇത്തരക്കാരൊക്കെ പറയുന്നത്. ബഹുഭൂരിപക്ഷം പേരും വിവേചിക്കുന്നില്ല, കാര്യത്തിൻ്റെ ഉള്ളറകളിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ അതങ്ങനെ വിവേചിച്ചും കാര്യങ്ങളുടെ ഉള്ളറകളിലേക്കൊക്കെ കടന്നതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇതെല്ലാം വഞ്ചനകളാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് അറിയാവോ സഹോദരങ്ങളെ? വലിയ വില കൊടുത്ത് സാധിപ്പിച്ചെടുത്ത കാര്യപരിപാടികളാണ് മലയാളക്കരയിൽ നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്നത്. അതിനെ മറിച്ച് കളയാൻ ആളുകൾ വരുമ്പോൾ കഴിഞ്ഞ 2 ആഴ്ച ഞാൻ സൂചിപ്പിച്ചത് ഇതാണ്. ആത്മാവിലുള്ള ആരാധനയും അന്യഭാഷയിൽ സംസാരിക്കുന്നതിനെയൊക്കെ നേരെ കയറി വിലക്കുകയല്ല, അത് ഭയങ്കര ബുദ്ധിപൂർവ്വം വിലക്കുകയാണ്. അങ്ങനെ ആത്മാവിൽ ആരാധിക്കുക, അന്യഭാഷയിലൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന എത്ര സഹോദരീ സഹോദരന്മാരാണ് തങ്ങളുടെ വായ് മൂടിക്കെട്ടി കളഞ്ഞതെന്നറിയാവോ? അവർ പോലും അറിഞ്ഞില്ല. സാത്താൻ അതിൽ ജയമെടുത്തു. സാത്താൻ്റെ ജയം അവർ പോലും തിരിച്ചറിഞ്ഞില്ല.
അങ്ങനെ അനേകരെ ആത്മീയത്തിൽ ഈ പറഞ്ഞ കാര്യത്തിൽ ഈ ഷണ്ണന്മാരാക്കുക എന്നൊക്കെയുള്ളൊരു പ്രയോഗം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഇവിടെയും അത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മളത് തിരിച്ചറിഞ്ഞ് പ്രിയപ്പെട്ടവരുടെ നടുവിൽ മുന്നറിയിപ്പുകളുമായി കടന്നു വന്നത്. ഇങ്ങനെയുള്ള കാറ്റുകൾ അടിക്കുന്നുണ്ട്, ഉപദേശത്തിൻ്റെ പലവിധമായ കാറ്റുകൾ അടിക്കുന്നുണ്ട്, ജാഗ്രതയോടെ ഇരിക്കണം. ആ സീനിയർ പാസ്റ്ററോ ഈ സീനിയർ പാസ്റ്ററോ ജൂനിയർ പാസ്റ്ററോ ആരും പറഞ്ഞിട്ടുണ്ടാകില്ല. പക്ഷേ നമുക്ക് കിട്ടിയ നിയോഗമാണ് നമ്മൾ പങ്കുവെക്കുന്നത്, ശ്രദ്ധിക്കണമെന്ന്, അല്ലേ? നമുക്ക് കിട്ടിയ നിയോഗമാണ് നമ്മൾ പങ്കുവെച്ചത്. അപ്പോൾ തന്നെ ഒരു സംശയം പലരുടെ ഉള്ളിലും വരാം. നമ്മൾ പറയുന്ന ആത്മാവിലുള്ള ആരാധന, അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുക, പ്രവചന വരം ഇത്യാദി കാര്യങ്ങളൊക്കെ അംഗീകരിക്കുന്ന ആളുകളല്ലല്ലോ ബ്രദറുകാർ. അതുപോലെ തന്നെ അവരും രക്ഷാഭദ്രത പറയുന്നവരാണല്ലോ. പിന്നെ എന്താണ് സജി പാസ്റ്റർ അവരെക്കുറിച്ചൊന്നും പറയാത്തത്, അവരുടെ ആ കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നൊന്നും പറയാത്തതെന്നൊക്കെ ചില കോണുകളിൽ നിന്നൊക്കെയുള്ള ചോദ്യങ്ങളോ ചിന്തകളോ ഒക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ മറുപടി ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഞാൻ പറഞ്ഞു, കോടാനുകോടി വർഷങ്ങളായിട്ട് പെന്തിക്കോസ്തുകാരും ബ്രദറുകാരുമായിട്ട് ഈ കാര്യത്തിൽ യുദ്ധമുണ്ട്. ശൗലിൻ്റെ കുടുംബത്തിനും ദാവീദിൻ്റെ കുടുംബത്തിനും എന്നും എക്കാലവും യുദ്ധം ഉണ്ടായിരുന്നു നമ്മൾ വായിക്കുന്ന പോലെ ഈ കാര്യത്തിൽ അശേഷ യോജിപ്പുള്ള കൂട്ടരല്ല ഈ രണ്ട് കൂട്ടരും. അതങ്ങനെ തന്നെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കും, രണ്ട് നദികളായിട്ട് അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ബ്രദറൻ സമൂഹത്തിൽ എനിക്ക് നല്ല സ്നേഹിതന്മാരുണ്ട്. അവരോട് സ്നേഹത്തോടെ നമ്മൾ ഇടപഴകുന്നു. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാലൊന്നും അവർ അത് അംഗീകരിക്കണമെന്നില്ല. അതിന് നിയോഗം ലഭിക്കുകയും അതുപോലെ സാഹചര്യം ഒത്തുവരികയും ഒക്കെ ചെയ്യുമ്പോഴാണ് അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയുന്നത്. അതിന് നിയോഗം ലഭിച്ചവരും കൃപ പ്രാപിച്ചവരുമായവർ ധാരാളം പേര് പെന്തക്കോസ്ത് സമൂഹത്തിലുണ്ട്. അവർ ആ കാര്യങ്ങളൊക്കെ സമയാസമയങ്ങളിൽ പറയുന്നുണ്ട്. അതെല്ലാം നടക്കുന്നുണ്ട് സഹോദരങ്ങളെ, അതൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ എന്തുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ബ്രദറുകാരങ്ങനെ സംസാരിച്ചാൽ ഞാൻ പറഞ്ഞു ചിരിച്ച് നമ്മളങ്ങ് വിട്ടുകളയും. ഓക്കെ ബ്രദർ, ടാറ്റ എന്ന് പറയും, അത്രയേ ഉള്ളൂ. കാരണം അവിടെ നമുക്ക് കൂടുതൽ സമയമില്ല ഇടിച്ചുകൊണ്ടിരിക്കാനായിട്ട്. നമുക്കിവിടെ ഒത്തിരി മനുഷ്യർ ദൈവവചനം പഠിക്കാനും ഗ്രഹിക്കാനും മുന്നേറുവാനും ഒക്കെ ആഗ്രഹിക്കുന്നവരുണ്ട്, അത്തരക്കാരോട് സംസാരിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ വലിയ യുദ്ധത്തിനോ ഡിബേറ്റിനോ ഒന്നും നമുക്ക് സമയമില്ല. അതിന് സാവകാശമുള്ളവരെ ദൈവം നിയോഗിച്ചോളും. പക്ഷെ ഇവിടെ പെന്തക്കോസ്തിൻ്റെ നടുവിൽ പെന്തക്കോസ്തുകാരല്ലാതെ പെന്തക്കോസ്തിൻ്റെ കുപ്പായം ഇട്ടുകൊണ്ട് ഇതിനകത്തൂടെ നടക്കുന്ന ആ നടപ്പ് കാണുമ്പോൾ നമ്മൾ ഭയന്നു പോവും. മറിച്ച് കളയാണ് ആളുകളെ, മറിച്ച് കളയാണ്. അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമ്മൾ കുറച്ചുകൂടെ ജാഗ്രതയിലേക്ക് വരണമല്ലോ, മുന്നറിയിപ്പുകളെ കൊടുക്കണമല്ലോ, കുറച്ചും കൂടെ ആഴത്തിൽ വചനം പറയണമല്ലോ എന്ന ചിന്ത നമ്മളെയും ഭരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിന് വെളിയിൽ നിന്നുകൊണ്ട് ആളുകൾ സംസാരിക്കുന്നതിന് നമുക്ക് വിരോധമില്ല, എന്തും പറയാമല്ലോ. ഇപ്പോൾ ഈ എപ്പിസ്കോപ്പൽ സമൂഹങ്ങളിൽപ്പെട്ട പ്രബല സമൂഹങ്ങളൊക്കെ എന്തെല്ലാമാണ് നമുക്കെതിരെ പറയുന്നത്. അവിടെ വായിൽ വരുന്ന എന്തെല്ലാമോ അതൊക്കെ അവർ പറഞ്ഞു കളയും. അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല, നമുക്കത് വിഷയമല്ല. ചില സമയത്ത് മാത്രം നമ്മൾ ചില മിനിറ്റുകളൊന്ന് സംസാരിക്കുന്നു മാത്രം. ഈ കഴിഞ്ഞ ദിവസം ഒരു യാക്കോബായക്കാരൻ, അതായത് ഒരു അന്ത്യോക്യൻ പിൻബലമുള്ള യാക്കോബായക്കാരൻ ഇങ്ങനെ പെന്തക്കോസ്ത് സമൂഹത്തെക്കുറിച്ച് പറയായിരുന്നു. ഇവരിങ്ങനെ ഈ ട്രാക്റ്റൊക്കെ ആയിട്ട് വീടുകളിൽ വരുന്നവരാണ്, ഈ സുവിശേഷം എന്നൊക്കെ പറഞ്ഞ് വരുന്നവരാണ്, ശരിക്കും കാരണക്കുട്ടിക്കിട്ട് 2 കൊടുത്തു വിടേണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഉടനെ അതിന് ബദൽ മറുപടിയായിട്ട് പോകേണ്ട കാര്യമൊന്നും നമുക്കില്ല. എങ്കിലും നമുക്ക് ഒരു ചരിത്ര നിയോഗം ലഭിച്ചതുകൊണ്ട്, ആത്മാവിലൊരു പ്രേരണ ലഭിച്ചുകൊണ്ട് നമ്മളൊരു ഷോർട്ട് മെസ്സേജ് അതിന് കൊടുത്തു. നോക്കണേ, എന്തെല്ലാം ആളുകൾ എവിടെയെല്ലാം പറയുന്നുണ്ട്, അതിനെല്ലാം നമ്മൾ പറയാറില്ല. അവിടെ കറക്റ്റായിട്ട് നമുക്കൊരു പ്രേരണ ലഭിച്ചു. അതിനാണ് ആത്മപ്രേരണ എന്ന് പറയുന്നത്. നമ്മൾ കൃത്യമായൊരു മറുപടി കൊടുത്തു. അതായത് കുറുക്കിക്കൊള്ളുന്നൊരു മറുപടി എന്ന് പറയും. ഇവരെല്ലാം അന്ത്യോക്യൻ പാരമ്പര്യത്തിൽ ഊറ്റം കൊള്ളുന്നവരാണ്. അന്ത്യോക്യയിൽ ഒരു സഭ ഉരുത്തിരിഞ്ഞു വന്നത് ട്രാക്റ്റ് കൊടുത്തും പരസ്യയോഗം നടത്തിയും സുവിശേഷം പറഞ്ഞും ഒക്കെയാണ് അന്ത്യോക്യയിൽ വിശുദ്ധന്മാരുടെ കൂട്ടം ഉണ്ടായത്. അവരുടെ പിൻതലമുറക്കാരെന്ന് അഭിമാനിക്കുന്ന ആളുകൾ ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കുന്നവരെ, ദൈവസഭയുടെ പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് വരുന്ന ദൈവദാസന്മാരെ ദൈവദാസികളെയൊക്കെ അപമാനിക്കുകയും നിന്ദിക്കുകയും കാരണക്കുട്ടിക്കിട്ടടിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറയുമ്പോൾ ഈ പഴയ കാര്യമൊന്ന് ഓർമ്മിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമായിട്ട് നമ്മൾ ഓർമ്മിപ്പിച്ചു. ധാരാളം പേര് ആ വീഡിയോ കാണാനിടയായി. നെഗറ്റീവ് കമൻസൊക്കെ വളരെ കുറച്ചേ വന്നുള്ളൂ. കാരണം അതിനൊന്നും മറുപടി സുബോധമുള്ളവൻ പറയില്ല. സുബോധമുള്ളവനൊന്നും അതിന് മറുപടി പറയാൻ വരില്ല. തലേ തുണി ഇട്ടുകൊണ്ട് ഈ ഇടതുവശം ചേർന്ന് അങ്ങ് പോവുകയുള്ളൂ. അതിൽ കൂടുതലൊന്നും അതിന് പറയാനില്ല. നമുക്ക് നിയോഗം ലഭിക്കുമ്പോഴാണ് നമ്മളിങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഇടയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടപ്പോൾ കേട്ടപ്പോൾ എനിക്ക് ഹൃദയത്തിൽ വലിയ ഭാരം തോന്നി സഹോദരങ്ങളെ. ഹൃദയത്തിൽ വലിയ ഭാരവും നോവും തോന്നി. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും, എവിടെ ഇരുന്ന് എന്തെല്ലാം
സംസാരിച്ചാലും നമുക്കത് വിഷയമല്ല, നമ്മൾ തുറന്നു പറയും. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള കാറ്റുകൾ ഒരു മല്ലപ്പള്ളിക്കാരനെയാണ് കാര്യമായിട്ട് അടുപ്പിക്കുന്നത്, ആളുകൾ തിരിച്ചറിയുന്നില്ല എന്നെല്ലാം ഞാൻ തുറന്നു പറഞ്ഞു. അപ്പോഴും പേര് ഊരുന്ന ആളൊക്കെ പറഞ്ഞോന്നൊക്കെ ചിലർ ചോദിച്ചു. വേണ്ടെന്നേ, അത്രയും മതി. ഒന്നും കേൾക്കാതെ ഇരിക്കുന്നതിനിടയിൽ അത്രയെങ്കിലും പറഞ്ഞല്ലോ, അത് വെച്ച് ബാക്കിയുള്ളവർ കണ്ടെത്തുക. എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവുണ്ടല്ലോ. അപ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ഈ ഉപദേശി പറഞ്ഞത് എന്തായിരിക്കും? ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിലുള്ളവർക്ക് സംശയം തോന്നുകയാണെങ്കിൽ അങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, അന്വേഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളും അന്വേഷിച്ചല്ലേ കണ്ടുപിടിക്കുന്നത്. നിങ്ങളും അന്വേഷിപ്പിൻ, കണ്ടെത്തും. അത്രയാണ് ആ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ബ്രദറൻ സമൂഹം നമ്മുടെ ആശയങ്ങളും ഉപദേശങ്ങൾക്കും ഒക്കെ വിരുദ്ധമായി അവർ പറയുന്നുണ്ടെങ്കിലും അത് അവരുടെ സൈഡിൽ നിന്നുകൊണ്ട് അവർ പറയട്ടെ, കുഴപ്പമില്ല. നമ്മളവിടെ യുദ്ധത്തിന് പോകുന്നില്ല. പകരം ഇതിനകത്ത് ആ കുപ്പായം ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മളത് സംസാരിക്കും എന്നുള്ളതാണ് പ്രാരംഭത്തിൽ എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ രക്ഷാഭദ്രതയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ വന്നു. കഴിഞ്ഞ ആഴ്ച പറയാനായിട്ടത് പറ്റിയില്ല. അതായത് ശരിക്കും നമ്മൾ ഈ ന്യൂജൻ പെൻഡിക്കോസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സമൂഹത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. അവർ ഈ പെൻഡക്കോസ്റ്റ് സമൂഹത്തിനകത്തേക്ക് ലോകത്തെ കടത്താൻ ശ്രമിക്കുന്ന ഒരു കൂട്ടമാണ്, ലോകത്തെ കടത്താൻ. അപ്പം നമ്മുടെ ഇടയിൽ നിന്ന് കാര്യമായ ചെറുത്തുനിൽപ്പില്ല ആ വിഷയത്തിൽ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കൂട്ടം ആൾക്കാർ ചെറുത്ത് നിൽക്കുന്നുണ്ട്, എങ്കിലും വലിയ പങ്കു ആ ചെറുത്തുനിൽപ്പിലല്ല. അതുകൊണ്ട് അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ഇതിൻ്റെ നടുവിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു വീഡിയോ കാണാനിടയായി. ആ വീഡിയോയിൽ മലയാളക്കരയിലെ ഒരു പ്രമുഖമായ ഓർഗനൈസേഷൻ്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആൾ ഒരു വിവാഹ ശുശ്രൂഷ നടത്തുന്ന ഒരു വീഡിയോയാണ്. ആ വിവാഹ ശുശ്രൂഷയിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ നമ്മൾ ഇവിടെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള ഈ ന്യൂജൻ പെൻഡിക്കോസ്റ്റിലെ പ്രമുഖരെല്ലാം ആ വേദിയിലിരിക്കുകയാണ്. അവരെയെല്ലാം ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത് ഒരുപക്ഷെ വിവാഹം കഴിക്കുന്ന വരൻ്റെയോ വധുവിൻ്റെയോ ഭാഗത്തു നിന്നായിരിക്കും എന്നുള്ളത് നിസ്സംശയം നമുക്ക് മനസ്സിലാക്കാമല്ലോ. അല്ലാതെ അവിടെ കെട്ടിക്കാൻ വന്ന പാസ്റ്ററോ അധ്യക്ഷനായിരിക്കുന്ന പാസ്റ്ററോ അവരുടെ ഇഷ്ടത്തിന് ഇവരെയൊന്നും വിളിച്ചു വരുത്തിയതായിരിക്കില്ല. ആ വിവാഹത്തിൻ്റെ ഭാഗമായ നിയുക്ത മണവാളനോ നിയുക്ത മണവാട്ടിയോ ഇത്തരം ന്യൂജൻ ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ടവരാണെന്നോ അല്ലെങ്കിൽ അതുമായിട്ട് ഏറ്റവും അടുപ്പം ഉണ്ടെന്നോ ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടായിരിക്കാം ഇവരെല്ലാം അവിടെ വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ പ്രമുഖൻ എന്ന് പറയാൻ പറ്റില്ല, പ്രമുഖരായ പല സീനിയർ പാസ്റ്റേഴ്സും ലീഡേഴ്സും അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം ഇവരെയൊക്കെ സംബോധന ചെയ്യുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരെന്നാണ്. ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരെന്ന് പറയുമ്പോൾ ദൈവത്തിൽ നിന്ന് നിയോഗം പ്രാപിച്ച് കർത്താവിനാൽ വേലയ്ക്ക് വിളിക്കപ്പെട്ട് പഥ്യവചനത്തെ സൂക്ഷിക്കുന്നവർ, വിശ്വാസത്തിൻ്റെ മർമ്മം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരും ഒക്കെയായ, ക്രൂശെടുക്കുന്നവരായ, നുകത്തിൻ കീഴിൽ സഞ്ചരിക്കുന്നവരായ, അങ്ങനെ അവരെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. സാക്ഷ്യമുള്ളവരായ, അങ്ങനെയൊക്കെയുള്ളവരാണെങ്കിലാണല്ലോ നമുക്ക് കർത്താവിൻ്റെ ദാസന്മാർ, കർത്താവിൻ്റെ അഭിഷിക്തന്മാരെന്ന് പറയാൻ കഴിയുന്നത്. അല്ലാത്ത ആൾക്കാർ ഈ പറഞ്ഞതുപോലെ പലവിധമായ ആത്മാക്കളുടെ നിറവിനാൽ കടന്നു വന്നിട്ടുള്ള ആളുകളുണ്ട് പെന്തക്കോസ്ത് ലോകത്ത്. പലവിധമായ ആത്മാക്കളാൽ നിറയപ്പെട്ട്, നിറവുണ്ട്, അതിനാണ് നമ്മൾ ഈ അഭിഷേകം എന്നൊക്കെ പറയാറ്. അത്തരം അഭിഷേകത്താൽ അവർ വാതുറന്നാൽ അന്യഭാഷയൊക്കെ ആയിരിക്കും പറയുന്നത്. അങ്ങനെ പലവിധമായ ഭാഷകളൊക്കെ പറഞ്ഞു വരുന്ന അത്തരക്കാരെയൊന്നും നമ്മുടെ ഈ പ്രധാനപ്പെട്ട ആളുകൾ തിരിച്ചറിയുന്നില്ല. തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവരുമായിട്ട് എങ്ങനെ വേദി പങ്കിടാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. നമ്മൾ ഈ രാഷ്ട്രീയക്കാരുടെ കാര്യം കേട്ടിട്ടില്ലേ? നമ്മുടെ സഹോദരിമാർക്കൊന്നും ഒരുപക്ഷെ അത് അറിയില്ലായിരിക്കാം. പക്ഷെ ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാർ വലിയ പങ്കും അതൊക്കെ മനസ്സിലാക്കുന്നവരാണ്. പത്രമൊക്കെ വായിക്കുന്നവരാണെങ്കിൽ തിരിച്ചറിയാം. ചില ആൾക്കാരുമായിട്ട് അവർ വേദി പങ്കിടില്ല. കാരണം അവരുടെ യശസ്സിനെ അത് ബാധിക്കും. അവരുടെ സമൂഹത്തിൽ അത് അവർക്ക് അപമാനമാണ്. ചുമ്മാ പൊളിറ്റീഷ്യൻസിന് അങ്ങനെയാണെങ്കിൽ, അതായത് ബ്ലാക്ക് ലിസ്റ്റിലൊക്കെ പെട്ട ആളുകളില്ലേ, അത്തരക്കാരുടെ ഒന്നും അടുക്കൽ അവർ ഇരിക്കാനായിട്ട് ധൈര്യപ്പെടില്ല. കാരണം അത് അവരുടെ ഇമേജിനെ ബാധിക്കും, പല കാര്യങ്ങളും, അത് പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ ശുശ്രൂഷകർ അത്തരക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഒരുമിച്ചിരിക്കുമ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട പാട്ടുകാരൻ ഇന്നവൻ ഇവിടെ ഉണ്ടല്ലോ, അവനെ കാണാനായിട്ടിരിക്കുക, ഞാൻ എൻ്റെ പാട്ട് കേൾക്കാൻ വലിയ താല്പര്യമായിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ സമൂഹത്തിലുള്ള യൗവനക്കാർക്ക് എന്ത് സന്ദേശമായിരിക്കും കൊടുക്കുന്നത്? എല്ലാം ഒന്നാ. അല്ലാതെ അങ്ങനെ നമ്മളിങ്ങനെ ഭിന്നിച്ചൊന്നും നിൽക്കേണ്ടവരല്ല. ഈ വേർപാടെന്നൊക്കെ പറയുന്നത് അതൊക്കെ പെന്തിക്കോസിൻ്റെ ആ പഴഞ്ചൻ ആശയമാണ്. വേർപാട് മനുഷ്യരിൽ നിന്നല്ലല്ലോ വേർപെടുന്നത്, ലോകത്തിൽ നിന്നാണ് നമ്മൾ വേർപെടുന്നത്, ലോകത്തിൻ്റെ സിസ്റ്റത്തിൽ നിന്ന്, രീതികളിൽ നിന്ന്. അപ്പോൾ ലോകത്തെ സ്നേഹിച്ച് ലോകത്തിൻ്റെ ഏജൻറ്റുമാരായി നടക്കുന്നവരുമായിട്ട് നമുക്ക് ബന്ധമില്ല. അവരിൽ നിന്ന് നമ്മളും നമ്മുടെ സീനിയർ പാസ്റ്റേഴ്സൊക്കെ വേർപെടേണ്ടതുണ്ട്. വേർപെടണം.
അവരിൽ നിന്നൊക്കെ നിശ്ചയമായും വേർപെടണം. അതിന് പകരം ഇതെല്ലാമായിട്ട് ഒരുമിച്ച് പോകുമ്പോൾ ലോകം ഇതിനകത്തേക്ക് കൊണ്ടുവരികയാണെന്നേ. ലോകം ഇതിനകത്തേക്ക് കൊണ്ടുവരിക. ഇന്നലകളിൽ നമ്മൾ പറയാനും ചെയ്യാനും മടിച്ച കാര്യങ്ങളൊക്കെ ഇതിലേക്ക് പതിയെ പതിയെ കൊണ്ടുവരികയാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ നാളുകളിൽ നമ്മൾ നെഞ്ചുപൊട്ടുമാറ് വലിയ ശബ്ദത്തിൽ വിളിച്ചു പറയുന്ന ക്രൂശിൻ്റെ ശത്രുക്കളെ സൂക്ഷിക്കുക. അവർ ക്രൂശ് താഴെ വെച്ചവരും ക്രൂശിനെ എറിഞ്ഞു കളഞ്ഞവരുമാണ്. എന്നുവെച്ചാൽ ക്രൂശിൻ്റെ വചനങ്ങൾ, അതിൻ്റെ ഉപദേശങ്ങൾ, ആ വഴിത്താരയെ മണ്ണിട്ട് മൂടിയവരാണ്. അത്തരക്കാരെ സൂക്ഷിക്കണം, ജാഗ്രതയോടെ ദൈവമക്കൾ കരുതിയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നോക്കണം, ഇപ്പോൾ നവീന പെന്തിക്കോസ്റ്റ് എന്നുള്ള പേരിൽ ഫിലോസഫിയൊക്കെ ആയിട്ട് അത് ഒന്നൊന്നര ഫിലോസഫികളാണ് തട്ടിവിടുന്നത്. ബുദ്ധിയുടെ വലിയ വ്യാപാരം, ബുദ്ധിയിലാണ് പല കാര്യങ്ങളും പറയുന്നത്, അല്ലാതെ വചനമെടുത്ത് വചനത്തിൻ്റെ വ്യാഖ്യാനങ്ങളൊന്നും അല്ല കൊണ്ടുവരുന്നത്. അങ്ങനെ ബുദ്ധിയിൽ പല പല കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പലരും അത് തിരിച്ചറിയാതെ പോവുകയാണ്. അപ്പോൾ ഈ നവീന പെന്തിക്കോസ്തും ഇതിനകത്തേക്ക് ലോകം കൊണ്ടുവരുവാനാണ് ശ്രമിക്കുന്നത്. ഗലാത്യ ലേഖനം 2:20 വായിച്ചിട്ട് 2 വാക്ക് പറയുമ്പോൾ ആളുകൾ എന്താ വിചാരിക്കുന്നത്? ഇനി ജീവിക്കുന്ന ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്രേ, പകരക്കാരൻ എന്നൊക്കെ പറഞ്ഞു വരും. അതായത് ക്രിസ്തു നമ്മുടെ പകരക്കാരനായി ക്രൂശിൽ യാഗമായി തീർന്നു. ഓക്കെ, ദെൻ ഇന്ന് ക്രിസ്തു നമ്മുടെ പകരക്കാരനായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മളും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ക്രിസ്തു നമ്മുടെ പകരക്കാരൻ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ പെട്ടെന്ന് വലിയ വലിയ തോട്ട്സാണ് എന്നൊക്കെ പറഞ്ഞാണ് ആളുകൾ അത് സ്വീകരിക്കുന്നത്. പക്ഷേ അവർ ശാന്തമായി ഇതിനകത്തേക്ക് ലോകം കടത്തുകയാണെന്നുള്ളത് കണ്ണ് തുറന്നവന് മാത്രമേ മനസ്സിലാകുകയുള്ളൂ. അതിൻ്റെ തെളിവ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ പറഞ്ഞു. തെളിവ് എത്ര പേർക്ക് മനസ്സിലായി? അത് എനിക്ക് വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയുമായിട്ട് ആ കൂട്ടത്തിലുള്ള ഒരു വ്യക്തി സംസാരിച്ചു വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു വന്നു. ആ കൂട്ടത്തിൽ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യം റിപ്പീറ്റ് ചെയ്യുക. നിങ്ങൾ പെന്തിക്കോസുകാരുടെ ഇടയിൽ ഈ IAS, IPS അങ്ങനെ സിവിൽ സർവീസൊക്കെ എഴുതി ജയിച്ചു വരുന്ന ആളുകളില്ലാത്തതിൻ്റെ കാരണം എന്താ? നിങ്ങളുടെ ഇടയിൽ ആളുകൾക്ക് ബുദ്ധി ലഭിക്കാൻ പാകത്തിന് ആളുകൾ സിനിമയൊന്നും കാണുന്നില്ല, മറ്റ് കാര്യങ്ങളിലൊന്നും ഏർപ്പെടുന്നില്ല. ആ കാരണത്താൽ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും എത്തിപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ആ മാന്യ വ്യക്തി പറഞ്ഞത്. അവരുൾപ്പെട്ട് നിൽക്കുന്ന ഈ നവീന പെന്തിക്കോസ്ത്, ഇപ്പം ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പെന്തിക്കോസ്, ഞാൻ പറഞ്ഞല്ലോ മല്ലപ്പള്ളിക്കാരൻ്റെ പെന്തിക്കോസ്ത്, അത് പെന്തിക്കോസ്ത് അല്ല, ബ്രന്തക്കോസ്ത്. അവരെ സംബന്ധിച്ച് അവരത്യാവശ്യം സിനിമയൊക്കെ പോയി കാണുന്നവരും വീട്ടിൽ ഇരുന്ന് കാണുന്നവരും ഒക്കെയാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ സാക്ഷ്യം പലപ്പോഴായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് വരെ സിനിമ എന്ന് പറയുന്നത് മദ്യം പോലെ ഞാൻ അതിന് അഡിക്റ്റായിരുന്നു. സിനിമാ പാട്ടിൻ്റെ ഒക്കെ ഒരു വലിയ ശേഖരം തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ചിന്തിച്ചൊരു കാര്യമുണ്ട്, ഞാൻ ഈ രക്ഷയിൽ എങ്ങനെ മുൻപോട്ട് പോകും? ഈ സിനിമയും സിനിമാ പാട്ടൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ മുൻപോട്ട് എങ്ങനെ പോകുമെന്ന് ചിന്തിച്ച മനുഷ്യനാണ്. പക്ഷേ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. പിന്നീട് അവന് ഈ വഴിയിലേക്ക് തിരിയാൻ കഴിയില്ല. കാരണം ഹൃദയം മാറ്റി വെച്ചെന്നേ. ഞാൻ ചിന്തിച്ചത് ആ പഴയ അവസ്ഥയിലാണ് ചിന്തിച്ചത്. ആ ഹൃദയമൊക്കെ മാറ്റി. അതായത് പന്നിക്ക് ആടിൻ്റെ ഹൃദയം വെച്ചാൽ പിന്നെ പന്നി ചെളിയിൽ ഉരുളാനായിട്ട് പോവുമോ? പോയില്ല. അതുപോലെ തന്നെയാണ് എൻ്റെ ഹൃദയ ശസ്ത്രക്രിയ അന്ന് കഴിഞ്ഞായിരുന്നു. ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ് എനിക്കൊരു മാംസളമായ ഹൃദയം ലഭിച്ചു, ഒരു പരമാർത്ഥ ഹൃദയം ലഭിച്ചു. അതിനുശേഷം എനിക്ക് അങ്ങനെയുള്ള കമ്പങ്ങളോ ഇമ്പങ്ങളോ ഇല്ലായിരുന്നു. എന്നോട് ഒരിക്കലും സിനിമാ തിയേറ്റർ ലക്ഷ്യമാക്കി ഞാൻ പോയിട്ടില്ല. തമാശയ്ക്ക് പോലും ജീസസ് ഫിലിം കാണാൻ പോലും ഞാൻ പോയിട്ടില്ല. പാഷൻ ഓഫ് ദ ക്രൈസ്റ്റോ അങ്ങനെ ഒരു ഫിലിമൊക്കെ പിന്നീട് വന്നിരുന്നു. അപ്പോൾ എനിക്കറിയാവുന്ന പെന്തിക്കോസുകാരെല്ലാം തിയേറ്ററിൽ പോയി കണ്ടു. അങ്ങനെ കണ്ടില്ലെങ്കിൽ അന്ന് രാത്രി ഉറങ്ങുമ്പോൾ ഞെട്ടിത്തെറിക്കുമെന്നൊക്കെയാണ് അവർ പറയുന്നത്. എനിക്ക് അന്ന് രാത്രിയും പിറ്റേ ദിവസം ഒക്കെ ഉറക്കത്തിന് ഒരു കുഴപ്പമുണ്ടായില്ല. കൂർക്കം വലിച്ച് എന്നെ ഉറങ്ങി, നന്നായിട്ട് ഉറങ്ങി, ഞെട്ടലിനൊന്നും പോയില്ല. പിന്നീട് പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് കുറച്ച് ഞാൻ ഈ ടെലിവിഷനിലോ യൂട്യൂബിലോ എങ്ങാണ്ട് വന്നപ്പോൾ അതങ്ങനെ കാണാനിടയായിട്ടുണ്ട്. അല്ലാതെ ഇപ്പോൾ എറണാകുളത്ത് സവിത സംഗീതയിൽ തന്നെ പോയിരുന്ന് പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് കാണണമെന്ന് അങ്ങനത്തെ വലിയ ഷാഡ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇനിയിപ്പോൾ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് കണ്ടില്ല എന്നോർത്തും അതൊന്നും എന്നെ സംബന്ധിച്ച് വലിയ സബ്ജക്റ്റ് ഒന്നുമല്ല. എനിക്ക് അതിനേക്കാളും ആഴത്തിൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ ക്രൂശീകരണം ഇന്നെന്ന പോലെ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വരച്ചു വെച്ച് തന്നിട്ടുണ്ട്. ഭയാനകമായ നിലയിൽ അതിൻ്റെ ആഴങ്ങൾ നമ്മൾ കാണുകയാണ്. ആ ഫിലിം എടുത്ത ആളാരാന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല, ജെയിംസ് കാമറൂണോ അങ്ങനെ ആരാണ്ടൊക്കെയാണ്. എന്തായാലും അവർക്കൊന്നും മനസ്സിലാകാത്ത കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നത്. നിങ്ങൾക്കും വെളിപ്പെടുത്തി തന്നിട്ടുണ്ടാകാം. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ.
ഞാനെന്തിനാ സരിത സവിത സംഗീതയിലേക്കൊക്കെ നെട്ടോട്ടം ഓടണേ? അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് പോട്ടെ, പാഷൻ ഓഫ് ദ ക്രൈസ്റ്റൊക്കെ കണ്ടതിന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. അല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ, ലോകത്തിൻ്റെ സതിരുകൾക്കൊക്കെ വേണ്ടി ഓടുന്ന ആൾക്കാർ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് ചേർത്ത് പറയാം. എന്താ ആ വ്യക്തി പറഞ്ഞത്? നിങ്ങൾ പെന്തിക്കോസ്തുകാരുടെ ഇടയിൽ IAS, IPS ഉണ്ടാകുന്നില്ലെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് അറിയാവുന്നൊരു സഹോദരൻ ഒരു കല്യാണാലോചനയുമായിട്ട് മുന്നോട്ട് പോയി. അപ്പം ഈ ബ്രോക്കർ എന്ന് പറയുന്ന ആളാണല്ലോ അതൊക്കെ കൂട്ടി മുട്ടിച്ച് കൊണ്ടുവരുന്നത്. ഒരാലോചന വന്നിട്ടുണ്ട് ഇന്ന സ്ഥലത്തുനിന്നൊക്കെ, അവർ മുഴുവനൊന്നും ചിലപ്പോൾ പറയില്ലായിരിക്കും, എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പോയി കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ, അതായത് ഈ പെൺകുട്ടി നമ്മുടെ ഈ തിരുവനന്തപുരംകാരൻ ജാൻ താരു എന്ന് പറയുന്ന താരുച്ചായൻ്റെ ചർച്ചിലെ പാർട്ടിയാണ്. തങ്കു താരു എന്നൊക്കെ കേട്ടിട്ടില്ലേ? താരുവിൻ്റെ കൂട്ടായ്മയിലുള്ള ആളാണ്. അപ്പോൾ ഈ സഹോദരൻ ആത്മീയമായ 1-2 കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ മറു സൈഡിൽ നിന്ന് ഈ സഹോദരനോട് പറയാണ്, നിങ്ങൾ ഈ പെന്തിക്കോസ്തുകാർ എപ്പോഴും ഉപവാസത്തിലൊക്കെയാണെന്നാണല്ലോ കേൾക്കുന്നത്. നിങ്ങളുടെ കൂട്ടത്തിൽ വന്നു കഴിഞ്ഞ് എപ്പോഴും ഉപവസിച്ച് എന്നെ കൊല്ലുമെന്നാണ് ആ ചോദ്യം. എൻ്റെ ദൈവമേ, എന്താ അതിനൊക്കെ മറുപടി പറയുക? അതുപോലെ നിങ്ങൾക്ക് ഭയങ്കര നിയമങ്ങളാണ്, കണ്ടമാനം നിയമങ്ങളുണ്ട്, എന്തൊക്കെയോ നിയമങ്ങൾ. അതൊന്നും ആ പെങ്കൊച്ചിന് അറിയില്ല, പക്ഷേ നിയമങ്ങളുണ്ടെന്നാണ് അവൾ അറിഞ്ഞിരിക്കുന്നത്. 2 പ്രധാന കാര്യം അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ അവരെ ധരിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, ഇവിടെ ഈ ആൾക്കാർ എപ്പോഴും ഉപവാസത്തിലായിരിക്കും, 360 ദിവസം ഉപവാസത്തിലായിരിക്കും, ഒന്നും കഴിക്കില്ല. അങ്ങനെയാണോ അവർ ധരിച്ചു വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. 2, ഇവിടെ മൊത്തം നിയമങ്ങളും നിയമാവലികളും നൂലാമാലകളുമാണെന്നുള്ള രീതിയിലാണ് ഈ ലംബോദരന്മാർ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അവനെയൊക്കെ പാസ്റ്റർന്നും ദൈവത്തിൻ്റെ അഭിഷിക്തൻ എന്നൊക്കെ വിളിക്കുന്നവനെ ദൈവം എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ലോക കറക്ക് കമ്പനികൾ, ദൈവനാമം ദുഷിക്കപ്പെടുവാൻ, വിശുദ്ധ ബൈബിളിനെ അവഹേളിക്കുന്ന അത്തരം കൂട്ടങ്ങളിൽ ഈ പറഞ്ഞ പെൺകുട്ടിയോ അവരുടെ കുടുംബമോ അവരൊക്കെ സാധുക്കൾ ഒന്നും അറിയാതെയായിരിക്കും അവിടെ ചെന്ന് പെട്ടത്. സത്യാന്വേഷണം വേണ്ട രീതിയിൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അവിടെ ചെന്ന് പെട്ടത്. നോക്കണം, അവരെല്ലാം ലോകത്തിൽ കിടന്നുകൊണ്ടാണ് യേശുവേ എന്നൊക്കെ വിളിച്ച് അന്യഭാഷയൊക്കെ പറയുന്നത്. വെറും ലോകക്കാരാണ്, ലോകത്തിൽ കിടക്കുകയാണ്. ക്രൂശിൻ്റെ വചനങ്ങൾ അവർ മനസ്സിലാക്കിയിട്ടില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നടത്തുന്ന ആ നടത്തിപ്പിനെ കുറിച്ച് അവർക്ക് ഗ്രാഹ്യമില്ല. സെയിം തന്നെയാണ് ഞാൻ പറഞ്ഞ നവീന പെന്തിക്കോസ്റ്റും. ഗലാത്യ ലേഖനം 2:20 പറഞ്ഞു കളയും. പിന്നെ അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ പറഞ്ഞു കളയും. റോമാലേഖനം നിരന്തരമായിട്ട് പറഞ്ഞു കളയും. റോമാലേഖനത്തിൽ നിന്ന് തന്നെ പ്രസംഗിച്ച് കളയും. പക്ഷെ പ്രസംഗിച്ച് ജനത്തെ കൊണ്ടുപോകുന്ന ലോകത്തിലേക്കാണ്. ദൈവഭയം നഷ്ടപ്പെട്ട ഒരു അനുഭവത്തിലേക്കാണ് ജനത്തെ കൊണ്ടുപോകുന്നത്. നമ്മുടെ ശുശ്രൂഷകളിൽ നിന്ന് ദൈവജനം ദൈവഭയത്തിലേക്ക് വരണം. അതായത് ശുശ്രൂഷകൻ ദൈവത്തെ ഭയപ്പെട്ടാലല്ലേ കേൾവിക്കാർ ദൈവഭയത്തിലേക്ക് വരികയുള്ളൂ. ശുശ്രൂഷകൻ അലക്ഷ്യമായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നവനും ദൈവത്തെ ഭയമില്ലാത്തവനും മനുഷ്യരെ ശങ്കയില്ലാത്തവനുമാണെങ്കിൽ എങ്ങനെ ജനം ആ ഒരു നിലയിലേക്ക് വരും? ജനം ആ നിലയിലേക്ക് വരില്ല. സാത്താൻ്റെ തന്ത്രങ്ങൾ ഒരളവിൽ അവൻ ജയിച്ചിട്ടുണ്ട്. പക്ഷെ സമ്പൂർണ്ണമായൊരു ജയം അവൻ ഒരിക്കലും കിട്ടത്തില്ല. ഒരളവിൽ അവൻ ജയിച്ചിട്ടുണ്ട്. ഇത് പറയുമ്പോൾ ഞാൻ 2 വാക്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരാം. നമുക്ക് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം ഒന്ന് വായിക്കാം. എഫേഷ്യൻസ് ചാപ്റ്റർ 4:14. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കൾ ആയിരിക്കാതെ. നമ്മളിപ്പോൾ വായിച്ചത് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ നിന്നാണ്. ശരിക്കും ഈ 4-ാം അധ്യായത്തിന്റെ 11 മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് 5 വിധ ശുശ്രൂഷകരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവർ ദൈവരാജ്യ നിമിത്തം വിശ്വാസ വഴിയിലേക്ക് കടന്നു വന്നിരിക്കുന്നവരെ എങ്ങനെ പരിപാലിക്കണം എന്നുള്ള കാര്യങ്ങളാണ് അവിടെ കാണുന്നത്. ദൈവസഭയുടെ പണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളവിടെ കാണുന്നത്. അവരുടെ ഉത്തരവാദിത്തങ്ങളാണ് കാണുന്നത്. അതിൽ 14-ാം വാക്യത്തിലേക്ക് വന്നപ്പോൾ കണ്ടത്, അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിൻ്റെ ഓരോരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ. ഇവിടെ നമ്മൾ വായിച്ച ആ വാക്യത്തിൻ്റെ തുടക്കത്തിൽ കാണുന്നത്, ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന. അപ്പോൾ തെറ്റിച്ചു കളയുന്ന കാറ്റുകൾ മനുഷ്യരിലൂടെ അടിക്കുമെന്നുള്ളതാണ് ആ വാക്യത്തിൻ്റെ സാരം. എന്ത് കാറ്റുകളാണ്? ഉപദേശത്തിൻ്റെ ഓരോരോ കാറ്റുകൾ. എങ്ങനെയായിരിക്കും അടിക്കുന്നത്?
പെട്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പാകത്തിനായിരിക്കുമോ കാറ്റടിക്കുന്നത്? അങ്ങനെയൊന്നും ആയിരിക്കില്ല. അതാ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, ചെവി വട്ടാം പിടിക്കേണ്ടി വരും, വട്ടാം പിടിച്ച് ശ്രദ്ധിക്കേണ്ടി വരും. അങ്ങനെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ, അല്ലാതെ എളുപ്പമല്ല. നോക്കണം സാത്താൻ്റെ തന്ത്രങ്ങൾ ഏത് വിധത്തിലാണ് വരുന്നതെന്ന്. ഇവിടെ നമ്മൾ കാണുന്നത് മനുഷ്യരിലൂടെ നമ്മെ ചതിക്കുമെന്നുള്ളതാണ്. മനുഷ്യരിലൂടെ ചതിക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് എങ്ങനെയാ? ബജ്രംഗ് ദളിനെയും VHPയെയും പിന്നെ ആരെയാ, ബൊക്കോ ഹറാമിനെയും ISISനെയൊക്കെ ഉപയോഗിച്ച് നമ്മളെ ചതിക്കുമെന്നായിരിക്കുമോ നിങ്ങൾ മനസ്സിലാക്കുന്നത്? അവരെ ആരെങ്കിലും ഉപയോഗിച്ച് നമ്മളെ ആരെങ്കിലും ചതിക്കാൻ പറ്റുമോ? നമ്മുടെ അടുത്തൊരു വാക്ക് പോലും പറയാൻ ആർക്കും സാധ്യമല്ല. കാരണം നമ്മളത് അനുവദിക്കില്ല, അല്ലെങ്കിൽ നമ്മളത് അംഗീകരിക്കില്ല. നമുക്ക് നേരം കൊണ്ട് കാര്യം മനസ്സിലാകും, നമ്മളതിനെയൊക്കെ തള്ളിക്കളയും. പിന്നെ എങ്ങനെ വരേണ്ടി വരും നമ്മുടെ അടുത്ത്? എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് സംസാരിക്കുമ്പോൾ നിങ്ങളോട് തുറന്നു പറയാം, ഈ ന്യൂജൻ പെന്തിക്കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഒരു ചങ്ങാതിയുടെ കാര്യം, അത്തരം ഒത്തിരി പേര് നമ്മുടെ നാട്ടിലുണ്ടല്ലോ. ഒത്തിരി പേര് കള്ളപ്രവാചകന്മാരും കളയപ്പോസ്തലന്മാരെന്നൊക്കെയുള്ള പേരിൽ ലേബലിൽ നടക്കുന്നവർ. അവരുടെ ദൈവം വയറെന്നും അവർ ഈ ആയുസിൽ മാത്രം പ്രത്യാശയുള്ള കാര്യങ്ങളെ പറയുന്നവരാണെന്നും സുഖലോലുപതയ്ക്കും ലോകസുഖങ്ങൾക്കും ലോകത്തിൻ്റെ സതിരുകളിലും മുങ്ങിക്കിടക്കുന്ന ആളുകളാണ് അത്തരക്കാർ. നിങ്ങളിൽ പലർക്കും അവരെയൊക്കെ കാണുമ്പോഴേ പെട്ടെന്ന് മനസ്സിലാകും. അപ്പം മനുഷ്യരുടെ ചതിയാലും എന്ന് പറയുമ്പോൾ അത്തരക്കാരുടെ ചതിയൊന്നും നിങ്ങളുടെ അടുത്തേക്കില്ല. പുറമേ എല്ലായിടത്തും ഏക്കുമായിരിക്കും, പക്ഷെ നിങ്ങളിൽ ബഹുഭൂരിപക്ഷം പേരും വചനം അന്വേഷിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകളായതുകൊണ്ട് നിങ്ങളെ ഒന്നും എളുപ്പം അങ്ങനെയൊന്നും പറ്റിക്കാൻ പറ്റത്തില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞ നവീന ബ്രന്തക്കോസ്ത്. അത് വന്ന് ഗലാത്യ ലേഖനത്തിൽ നിന്നും റോമാലേഖനത്തിൽ നിന്നും ഒക്കെ കൊടുങ്കാറ്റ് പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ എന്തായിരിക്കും വിചാരിക്കുന്നത്? നമ്മൾ പണ്ട് ക്രൂശിൻ്റെ ശത്രുക്കളുടെ കാര്യം പറഞ്ഞപ്പോൾ ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിലെ ആ വാക്യം വിശദീകരിച്ചിരുന്നു. ഏത് വിധത്തിലാണെങ്കിലും ക്രിസ്തുവിനെ അല്ലയോ പ്രസംഗിക്കുന്നതെന്ന് പറഞ്ഞ ആ ഒരു കാര്യം. അതുപോലെ തന്നെയാണ് ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മളൊക്കെ കണ്ണടച്ച് കളയും, ഓക്കെ എന്തും ആകട്ടെ എന്നുള്ള രീതിയിൽ. പക്ഷേ സൂക്ഷിച്ച് നമ്മൾ കാര്യങ്ങളെ വിലയിരുത്തുമ്പോഴാണ് മനസ്സിലാകുന്നത് അതിനകത്ത് വഞ്ചനയുണ്ടെന്ന്. അങ്ങനെയൊക്കെ നോക്കി ജീവിക്കാൻ പറ്റുമെന്നൊരു ചിന്ത വേണേ വരാം, അല്ലേ? അങ്ങനെ ഒരു ചിന്ത ഇപ്പോൾ വന്ന് കാണില്ലേ? ഞാൻ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ എന്തായിരിക്കും പലരുടെ ഉള്ളിലും പോയത്? ഇങ്ങനെയൊക്കെ നോക്കിയാൽ ജീവിക്കാൻ പറ്റുമെന്ന്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാലേ ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളവർ മാത്രമേ സിംഹാസനത്തിൽ എത്തുകയുള്ളൂ. വിരുദ തെറ്റാതെ ജയാളികൾ എന്ന നിലയിൽ സിംഹാസനത്തിലേക്ക് അവരാണ് നടന്നു പോകുന്നത്, തലയെടുപ്പോടെ നടന്നു പോകുന്നത്. അവരുടെ അടുത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വില പോവില്ല. അവർ കാര്യങ്ങളെ വിവേചിക്കുന്ന ആളുകളാണ്. ഇതിനോട് ചേർത്ത് തന്നെ മറ്റൊരു വാക്യം കൂടെ പറയാം. അതായത് 2 കൊരിന്ത്യർ ലേഖനം 11-ന്റെ 3-ാം വാക്യം. 2ഉം 3ഉം വാക്യം ചേർത്താണ് സാധാരണ നമ്മൾ പറയുന്നത്. ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യയായി വിവാഹ നിശ്ചയം ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് 3-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? 2 Corinthians chapter 11 verse 3. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്തിൽ ചതിച്ചതുപോലെ. സർപ്പം ഹവ്വായെ ഉപായത്തിലാണ് ചതിച്ചത്. സർപ്പം ഹവ്വായെ ഉപായത്തിൽ ചതിച്ചു. നേരെ ഇങ്ങ് വന്നിട്ട് സഹോദരി ഹവ്വേ, ഞാൻ നിന്നെ ചതിക്കാൻ പോവാ എന്നൊന്നും പറഞ്ഞല്ല പുള്ളി വന്നത്. പുള്ളി ഉപായ രൂപേണ കടന്നു വന്ന് വാചക കസറത്തിലൂടെ ഹവ്വയെ മറിച്ച് കളഞ്ഞു. വർത്തമാനം പറഞ്ഞല്ലേ മറിച്ച് കളഞ്ഞത്, അത്ഭുതം അടയാളമൊന്നും ചെയ്തല്ല മറിച്ചത്, വർത്തമാനം പറഞ്ഞു തന്നെയാണ് മറിച്ച് കളഞ്ഞത്. സാത്താൻ്റെ പ്രോഗ്രാമാണത്. അത് തന്നെയാണ് എഫേസ്യ ലേഖനം 4-ന്റെ 14 നമ്മൾ വായിച്ചത്. അത് സാത്താൻ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന വിഷയമാണ് 11-ന്റെ 3 വായിച്ചത്. നേരിട്ട് കൈകാര്യം ചെയ്യുന്നു. എന്നാൽ എഫേസ്യ ലേഖനം 4-ന്റെ 14 നമ്മൾ വായിച്ചത് അവൻ മനുഷ്യരെ ഉപയോഗിക്കും, മറ്റു മനുഷ്യരെ ഉപയോഗിച്ച് ഉപായത്താൽ നമ്മളെ ചതിക്കും. അങ്ങനെ തന്നെയാണ് വായിച്ചത്. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും, അതായത് ഉപായ രൂപേണ കടന്നു വന്ന് നമ്മെ ചതിക്കുമെന്നാണ് അർത്ഥം. അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങരുതെന്ന് പത്രോസ് പറഞ്ഞില്ലേ? ഏതാണ്ട് തുല്യമായൊരു കാര്യമാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ ലോകത്തിലേക്ക് ഊർന്നിറങ്ങിപ്പോവും. കാരണം സാത്താൻ്റെ തന്ത്രങ്ങളെന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഒരു വ്യക്തി ആദ്യം വന്ന് വിശ്വാസ്യത നേടിയെടുക്കും. ഇപ്പോൾ നമ്മളോടൊരാൾ വന്നൊരു 50 രൂപ കടം ചോദിക്കുകയാണ്, മറ്റന്നാൾ തരാമെന്ന് പറയുന്നു. അതേസമയം അവൻ 1 മണിക്കൂർ മുമ്പ് കൊണ്ടുപോയി 50 രൂപ തിരിച്ചു തരുന്നു. പിന്നീട് അവനൊരു 100 രൂപ മേടിക്കുന്നു, അത് പറഞ്ഞതിൻ്റെ 2 മണിക്കൂർ മുമ്പ് കൊണ്ടുപോയി തിരിച്ചു തരുന്നു.
അങ്ങനെ അവൻ പറഞ്ഞൊരു 1000 രൂപ മേടിക്കുന്നു. അതൊക്കെ കൃത്യമായിട്ട് തിരിച്ചു തരുന്നു. വിശ്വാസ്യത നേടിയെടുക്കുന്നു. പിന്നെ എപ്പോൾ എവിടെ നിന്ന് വന്നാലും, പിന്നെ എപ്പോൾ ഏത് സമയത്ത് ഓടി വന്നാലും 1000 10,000 എത്ര വേണേലും നമ്മൾ കൊടുക്കും. അപ്പോൾ ആ ഒരു 10,000 കൊടുത്തു, അത് അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവന്നു. പിന്നീട് അവനൊരു 1,00,000 ചോദിച്ചു, അപ്പം നമ്മൾ 1,00,000 കൊടുത്തു. പിന്നെ അവനെ കാണാനില്ല. അതാണ് അതിൻ്റെ പരിപാടി. ആദ്യം വിശ്വാസ്യത നേടിയെടുക്കും. അതുപോലെ തന്നെയാണ് ഓരോ തലതിരിഞ്ഞ ഉപദേശങ്ങളൊക്കെ കൊണ്ടുവരണമെങ്കിൽ ആദ്യം വിശ്വാസ്യത നേടിയെടുക്കണം. അതിന് പഥ്യോപദേശം പറയുന്നു എന്ന രീതിയിലായിരിക്കും കാര്യങ്ങളെയൊക്കെ അവതരിപ്പിച്ച് കൊണ്ടുവരുന്നത്. എന്നിട്ടായിരിക്കും പടക്കങ്ങളൊക്കെ പൊട്ടിക്കുന്നത്. ഭയങ്കരമായിട്ട് പടക്കങ്ങളൊക്കെ പൊട്ടിച്ച് കളയും, ഭയങ്കരമായിട്ട്. അവിടെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, പൂർവന്മാരായ പിതാക്കന്മാരിട്ട ചില അടിസ്ഥാനങ്ങളുണ്ട്, ചില കീഴ്വഴക്കങ്ങളുണ്ട്, ചില മാർഗരേഖകളുണ്ട്, ചില വചന വെളിപ്പാടുകളുണ്ട്. അതിനെയെല്ലാം മറിച്ച് കളയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചുറ്റും കാണുന്നു. പലരും അതിലേക്ക് വഴുതി പോവുക. അങ്ങനെ വഴുതി പോകുന്നതിനിടയിൽ ഒരു സ്വരം നമ്മൾ കേൾപ്പിക്കണ്ടേ? ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു സൂം ലിങ്ക് കിട്ടി. ഒരു സൂം ലിങ്ക് ഒരാൾ അയച്ചു തന്നതാണ്. അതിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ് കാറ്റടിപ്പിക്കുന്ന ഉപദേശിയുടെ മീറ്റിംഗ് ആണത്. അതായത് അമേരിക്കയിലെ അറ്റ്ലാന്റ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചർച്ച് ഓഫ് ഗോഡിൻ്റെ ചർച്ചാണത് ഹോസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് കിട്ടിയ ആ ഒരു ഇത് വെച്ചിട്ട് നോക്കിയതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി അതൊരു വളരെ പ്രസിദ്ധനായ പേര് കേട്ട ഒരു പാസ്റ്ററുടെ ഫെലോഷിപ്പാണ്. അദ്ദേഹം ഇങ്ങനെ യൂട്യൂബിലും മറ്റുമൊക്കെ ധാരാളം പ്രസംഗങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളാണ്. ഇതുപോലെ സൂമോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കാം. എനിവേ അദ്ദേഹം ഒരു പ്രസിദ്ധനായ ഒരു ടീച്ചറാണ്. ആ ലിങ്ക് എൻ്റെ കൈ കിട്ടിയപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഇത്രയും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള, വളരെ പ്രായമുള്ള, പരിണിതപ്രജ്ഞനായ, അനുഭവ സമ്പത്തുള്ള ആ ശുശ്രൂഷകൻ ഇങ്ങനെ ഒരാളെ വെച്ചിട്ട് താൻ ആ മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്നു, അത് കണ്ടക്ട് ചെയ്യുന്നു. അങ്ങനെ അതിലേക്ക് അനേക പാസ്റ്റേഴ്സും വിശ്വാസികളും ഒക്കെ കടന്നു വരുന്നു. ആ വരുന്ന ആൾക്കാരും ഈ മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്ന അദ്ദേഹമൊക്കെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ആത്മാവിലുള്ള ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുത്തവരും അവരെല്ലാം അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുന്നവരുമാണ്. അവർ വിളിച്ചു വരുത്തി മീറ്റിംഗിൽ പ്രസംഗിപ്പിക്കുന്ന ആൾ അത്തരം കാര്യങ്ങളെ ഒന്നും ശരിയാമണ്ണം അംഗീകരിക്കുന്ന ആളല്ല. മുഖം മൂടിയിട്ട് നിൽക്കുകയാണ്. ആത്മാവിലുള്ള ആരാധനയെ അന്യഭാഷയിൽ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കുന്നതൊക്കെ ഒരുതരം ഉന്മാദമാണെന്ന് പറയുന്ന ആളെയാണ് ഇത്രയും സീനിയറായിട്ടുള്ള പാസ്റ്റർ വിളിച്ച് മീറ്റിംഗ് നടത്തുന്നത്. അവരശേഷം ചിന്തിക്കുന്നില്ലല്ലോ, അന്വേഷിക്കുന്നില്ല. അവർ ആളുകളുടെ പേരും പ്രശസ്തിയും പബ്ലിസിറ്റിയും ഒക്കെ കണ്ടിട്ട് കുറച്ച് നവീനമായ കാര്യങ്ങൾ, അരയോപകുന്നിലെ ആൾക്കാർ നവീനമായ കാര്യങ്ങളെ കേൾക്കാനിരുന്നില്ലേ? അതുപോലെ അമേരിക്കയിലെ പല സ്റ്റേറ്റുകാരുണ്ട്. ആ സ്റ്റേറ്റുകാരൊക്കെ ഈ നവീനം കേൾക്കാനിരിക്കുന്നവരാണ്. ആത്മാവിൽ വിവേചനമൊന്നുമില്ല. വിവേചനം ഉണ്ടെങ്കിൽ ഇവർ തിരിച്ചറിയില്ലേ? നമ്മളെപ്പോലെ പട്ടിക്കാട്ടി കിടക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതൊക്കെ വിവേചിക്കാനും തിരിച്ചറിയാനും കഴിയുന്നുണ്ടെങ്കിൽ ഈ ഉത്തുംഗ ഗോപുരങ്ങളിലൊക്കെ ഇരിക്കുന്ന ആളുകൾ ഈ കാര്യങ്ങൾ എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല? അതൊരു വഞ്ചനയാണെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. വളരെ സീനിയറായിട്ടുള്ള ആൾക്കാരാണ്. അവർ മീറ്റിംഗ് നടത്തുന്നതിനോ ഒന്നും നമുക്ക് കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞതല്ല. പക്ഷേ ഇവിടെ നമ്മുടെ ഇടയിലും അമേരിക്കൻ സഹോദരങ്ങളൊക്കെ ഇരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു വാക്ക് ഞാൻ പറഞ്ഞത്, അല്ലേ പറയില്ലായിരുന്നു. അപ്പോൾ സഹോദരങ്ങളെ, കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചില പ്രിയപ്പെട്ടവരുമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനിങ്ങനെ സംസാരിക്കാനിടയായി. കഴിഞ്ഞ ആഴ്ചകളിലെ മെസ്സേജിൽ രക്ഷാഭദ്രതയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെയായി ബന്ധപ്പെട്ട് ഞാൻ പല പ്രിയപ്പെട്ടവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു. നമ്മുടെ മെസ്സേജുകളൊക്കെ യൂട്യൂബിൽ കേൾക്കുന്നവരാണ്. അങ്ങനെ പലരുമായിട്ടൊക്കെ സംസാരിച്ചു. അല്ലാതെ കേൾക്കുന്നവരും അല്ലാത്ത പല വിശ്വാസികളും ഉണ്ടല്ലോ, പരിചയമൊക്കെയുള്ള അവരൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ അങ്ങനെ ആത്മീയ വിഷയത്തിലേക്ക് സംസാരം കടന്നുപോയി. അങ്ങനെ കടന്നുപോയ സമയത്ത് ചില പ്രിയപ്പെട്ടവർ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ധരിപ്പിക്കുകയാണ്. അവർ പറഞ്ഞ ആ കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മുൻപോട്ട് പറഞ്ഞു പോകേണ്ടതുണ്ട്. അതായത് സംസാരിച്ചു വന്നപ്പോൾ അവരിൽ ഒരാൾ പറയുകയാണ്, ആ വ്യക്തി നമ്മുടെ മെസ്സേജുകളൊക്കെ കേൾക്കുന്നയാളാണ്. അപ്പോൾ നമ്മൾ ഗൗരവമായ ഉപദേശത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്, ലളിത ജീവിതത്തെക്കുറിച്ച് പ്രാധാന്യം കൊടുത്ത് പറയുന്നവരാണ്, കർത്താവിൻ്റെ മടങ്ങിവരവിന് വേണ്ടി നോക്കി പാർക്കേണ്ടവരും നമ്മെ തന്നെ ഒരുക്കേണ്ടവരുമാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രസംഗിക്കുന്നത് അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറയുകയാണ്, അവരുടെ ജീവിതത്തിൽ അവർ അത്രയും ആ ഒരു ഗൗരവത്തിലേക്ക് വന്നിട്ടില്ല. ആ കാരണത്താൽ കർത്താവ് വരുമ്പോൾ പോകുമോ എടുക്കപ്പെടുമോ എന്നൊരു സംശയമാണെന്ന്. ഞാൻ ഞെട്ടിപ്പോയി. മറ്റൊരാളോട് ഞാൻ സംസാരിച്ചപ്പോൾ ആ വ്യക്തിക്കും പറയാനുള്ളത്, കർത്താവ് വരും, അതൊക്കെ സത്യമാണ്, ഞങ്ങളെ കൊണ്ടുപോകുന്നുള്ള കാര്യത്തിൽ എൻ്റെ പൊന്നെ, എൻ്റെ പാസ്റ്ററെ എന്നൊക്കെയാണ് പറഞ്ഞത്. സൗരങ്ങളെ, നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഞാനീ പറഞ്ഞത്
നമ്മളീ പറയുന്ന ആത്മരക്ഷയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ആഴത്തിൽ, അതിൻ്റെ ഗൗരവത്തിൽ പല പ്രിയപ്പെട്ടവർക്കും അറിയില്ല, ഗ്രഹിച്ചിട്ടില്ല, അല്ലെങ്കിൽ പറയാൻ അറിയില്ലാത്തതുകൊണ്ടാണോന്ന് എനിക്കറിയില്ല. എന്തായാലും ഉള്ളിൽ കൺഫ്യൂഷനാണ് പലരുടെയും. ഇതാണ് ബ്രദറൻ സമൂഹത്തിലുള്ള ആളുകൾ പെന്തിക്കോസ്തുകാരെ കുറിച്ച് പറയുന്നത്. അവർ ചില സമയത്ത് ഒരു പുച്ഛസ്വരത്തിൽ പറയും, കളിയാക്കുന്ന രീതിയിൽ പറയും. കാരണം 10 പെന്തിക്കോസ്തുകാരെ വിളിച്ചു നിർത്തിയിട്ട് ചോദിക്കുകയാണെന്ന് വിചാരിച്ചോ, കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് ചോദിച്ചാൽ എങ്ങും തൊടാത്ത മറുപടി പറഞ്ഞു കളയും. പെട്ടെന്ന് അവർ വിശുദ്ധിയുടെ കാര്യങ്ങളും അതും ഇതൊക്കെ പറഞ്ഞു കളയും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അങ്ങനെ ആ റാപ്ചറിൽ ഞാൻ എടുക്കപ്പെടില്ല എന്നൊക്കെ ഒരു വ്യക്തി ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് വിശ്വാസ ജീവിതത്തിൽ ആ ഉത്സാഹത്തിൽ, ആ തീഷ്ണതയിൽ എങ്ങനെ മുൻപോട്ട് പോകാൻ കഴിയും? അപ്പം നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്? സഹോദരങ്ങളെ, കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ബ്രദറുകാർ പറയുന്ന ഈ രക്ഷാഭദ്രതയും അതുപോലെ പെന്തിക്കോസുകാർ പറയുന്ന ഈ കയ്യാലപ്പുറത്തെ തേങ്ങയും, ഇത് രണ്ടും അപകടമാണ്. പെന്തിക്കോസുകാരൻ്റേത് കയ്യാലപ്പുറത്തിരിക്കുകയാണ്, താഴെ പോവോ ഇപ്പം പോവോ താഴെ പോവോ, അങ്ങനെയൊക്കെയുള്ള ചിന്തയിലാണ് അവർ നേരം വെളുത്ത് എഴുന്നേക്കുന്നത്. ബ്രദറുകാരെ സംബന്ധിച്ച് അവർ രക്ഷാഭദ്രതയിൽ ഊന്നി ഉറപ്പിച്ച് പറയുന്ന ആൾക്കാരാണല്ലോ. ആ രണ്ട് കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് ശരിക്കും നമ്മൾ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിൽ വളരെ നിഷ്കളങ്കമായിട്ട് ഈ കാര്യങ്ങളെ അന്വേഷിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഉത്തരം കിട്ടുന്നത്? ധന്യനായ പൗലോസ്ലീഗ തൻ്റെ ജീവാവസാനം പറഞ്ഞ വാക്കുകൾ അത് അദ്ദേഹത്തിന് വേണ്ടി മാത്രം പറഞ്ഞ വാക്കുകളാണോ? ഞാൻ നല്ല പോർപൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അത് ഓരോ ഭക്തന്മാരും പറയേണ്ട വാക്കുകളല്ലേ? അല്ലേ? അത് ചരിത്ര രേഖയല്ലേ? അത് എല്ലാ ഭക്തന്മാരുടെയും അധരത്തിലൂടെ പുറപ്പെട്ടു വരേണ്ട വാക്കുകളാണത്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഈ രക്ഷാഭദ്രതയെന്ന് ഇവർ പറയുന്ന ആ ഒരു ലൈനിലല്ല നമ്മൾ പറയുന്നത്. നമ്മുടെ ബോധ്യമല്ലേ അത്? ആടിയുറച്ച ബോധ്യമല്ലേ? എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി വില കൊടുത്തു, തൻ്റെ അവസാനത്തുള്ള രക്തം വരെ എനിക്ക് വേണ്ടി മാത്രം ഊറ്റിയതാണ്, അല്ലേ? ഒരു പ്രസംഗകൻ പറയുമ്പോൾ പറയും, മാനവവർഗത്തിൻ്റെ വിമോചനത്തിന് വേണ്ടി യേശുക്രിസ്തു കാൽവറിയിൽ ഒരു യാഗമായി തീർന്നെന്ന്. നമ്മൾ വ്യക്തിപരമായി ഓരോരുത്തരും പറയുമ്പോൾ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. അതൊരു പ്രസംഗത്തിനോ ഒരു കോൺവെർസേഷനോ ഒക്കെ പോകുമ്പോൾ പറഞ്ഞാൽ മതി. അല്ലാത്ത സമയത്ത് നാം നമ്മോട് തന്നെ പറയുന്നത് എങ്ങനെയാണ്? എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടിയാണ്, എനിക്ക് വേണ്ടി മാത്രം എന്നുള്ള നിലയിൽ ചിന്തിച്ചോ. അവൻ എനിക്ക് വേണ്ടി തന്നെ തൻ്റെ രക്തം മുഴുവൻ ഊറ്റി, തൻ്റെ ചങ്കിലെ ചോരയാൽ എന്നെ വീണ്ടെടുത്തു, വില കൊടുത്ത് വാങ്ങി. അത് എന്നെ കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ പിന്നെ ആരെ കൊണ്ടുപോകാനാ? തമാശയായി പോയി കേട്ടോ. ഇപ്പം ഞാൻ ആ പ്രിയപ്പെട്ടവരോട് പറഞ്ഞേ, എന്തായാലും സജിപ്പാസിൻ്റെ നെഞ്ചിൽ വെട്ടുകത്തിക്ക് വെട്ടുന്നതിന് തുല്യമായി ഇപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞു. ഈ കാണായ കാലം മുഴുവനും പ്രസംഗം കേട്ടിട്ട് കാഹളം ധ്വനിക്കുമ്പോൾ നിങ്ങൾ പോരുന്നില്ലെങ്കിൽ നിങ്ങളെ കൊണ്ടുപോകുന്നില്ലെന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിനു മാത്രം വലിയ അസാന്മാർഗികളും വിഗ്രഹാരാധികളും അത്രയും കൊള്ളരുതാത്ത മനുഷ്യരാണോ കർത്താവിന് നിങ്ങളെ കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ? നിങ്ങളിൽ ബലഹീനതയുണ്ട്, കുറവുകളുണ്ട്, അത് നിങ്ങൾ സമ്മതിക്കുന്നവരാണ്. എപ്പോഴും നിങ്ങൾക്ക് കൃപാസനത്തിങ്കൽ ചെല്ലാമല്ലോ. അവിടെ അടുത്ത് ചെന്ന് അബാ പിതാവേന്ന് വിളിച്ചുകൊണ്ട്, കഴുകണമേ, എന്നെ വെടിപ്പോടെ നിർത്തണമേ, എൻ്റെ ഉള്ളിലുള്ള ഈ സംശയങ്ങൾ, ഈ വക കാര്യങ്ങളെക്കുറിച്ച് എനിക്കൊരു ബോധ്യം തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടില്ലേ? മറുപടി കിട്ടാതിരിക്കുമോ? ഞാൻ പറഞ്ഞല്ലോ, ഈ പറയപ്പെട്ടവരൊക്കെ എനിക്കറിയാം. അവരൊന്നും വിഗ്രഹാരാധികളോ അസാന്മാർഗ സ്വഭാവമുള്ളവരോ ദുർമാർഗത്തിൽ ജീവിക്കുന്നവരോ അല്ലെങ്കിൽ അങ്ങനത്തെ മ്ലേച്ഛ വഴിയിൽ നടക്കുന്നവരോ ഒന്നുമല്ല സഹോദരങ്ങളെ. സാധാരണ മനുഷ്യരാണ്. പക്ഷെ പ്രശ്നം എവിടെയാണെന്നറിയാവോ? പ്രശ്നം നമ്മുടെ ഇടയിലുള്ള ശുശ്രൂഷകരാണ് ഇവരെയൊക്കെ വഞ്ചിച്ച് കളഞ്ഞത് ഒരു കാലത്ത്. എങ്ങനെയാണ് അവർ വഞ്ചിച്ച് കളഞ്ഞത്? അവരുടെ മെസ്സേജുകളിലൂടെ ഇവരുടെ ഉള്ളിൽ മോഹങ്ങൾ ജനിപ്പിച്ചു. അനുഗ്രഹവും നന്മയും എന്നൊക്കെ പറയുന്ന കാര്യത്തിൻ്റെ ആഴം മനസ്സിലാക്കാതെ ഈ ഭൂമിയിലുള്ള കാര്യങ്ങളൊക്കെ അനുഗ്രഹമാണെന്ന് അവർ പഠിപ്പിച്ചു. അങ്ങനെ ഇവരുടെ ഉള്ളിൽ മോഹങ്ങൾ വന്നു, ദുർമോഹങ്ങൾ കടന്നു വന്നു, പലവിധമായ സ്വപ്നങ്ങൾ കടന്നു വന്നു. അവർ ദൈവവിഷയത്തിൽ സമ്പന്നരാകുക എന്നുള്ള കാര്യത്തിന് ഊന്നൽ കൊടുത്തില്ല. ഒരു സമയത്ത് അവർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു വന്നു, ആത്മാവിലൊക്കെ നിറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് അന്യഭാഷയൊക്കെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്, അത്ര തന്നെ. അതല്ലാതെ ഒരു കുതിച്ചുചാട്ടമോ ജീവന്റെ പുതുക്കത്തിൽ നടക്കുകയോ ഉത്സാഹത്തിൽ മടിപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി ഒരു കത്തലാണത്. എരിവെന്ന് പറഞ്ഞാൽ ഒരു കത്തലാണ്. അവിടെ നമ്മൾ പറയുന്ന ഈ സോക്കോൾഡ് ശുശ്രൂഷകരൊന്നും അവരെ അങ്ങോട്ട് കൊണ്ടുപോയില്ലെന്നേ, ആ ഒരു ലെവലിലേക്കൊന്നും എത്തിച്ചില്ല.
ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ അവരുടെ സംസ്ഥാന സമ്മേളനത്തിനൊക്കെ ആളെ കൂട്ടുമല്ലോ. എന്തിനാ? ആളെണ്ണം കാണിക്കണം, നാട്ടുകാരെ കാണിക്കണം, ശക്തി പ്രകടനം നടത്തണം എന്ന് പറഞ്ഞ പോലെ ഇവരെല്ലാം സഭായോഗത്തിൽ ആർപ്പിടാൻ വേണ്ടി കൊണ്ടുവരുന്ന ആത്മാക്കളാണ്. സഭായോഗത്തിൽ ഇവരെല്ലാം പ്രസൻ്റ് ആയിരിക്കണം, അത് നിർബന്ധമാണ്. അങ്ങനെ ഇവർ ആർപ്പിടണം, ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കണം, അങ്ങനെ അതിൻ്റെ ബാക്കി പ്രൊസീജിയറുകളിലൊക്കെ ഇവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, അത്രയൊക്കെ ഉള്ളൂ. അതല്ലാതെ കുതിച്ചുചാട്ടങ്ങളോ മുന്നേറ്റങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊന്നും സംഭവിക്കുന്നില്ല. നേരത്തെ ഒരു മെസ്സേജിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, 19-ാം നൂറ്റാണ്ടിലുണ്ടായ ഉണർവ്, സുവിശേഷ മുന്നേറ്റം, ലോകം മുഴുവനും സുവിശേഷ മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. ഇവാഞ്ചലിക്കൽ മൂവ്മെൻ്റ് എന്നാണ് നമ്മളതിനെ പറയുന്നത്. അതായത് ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലും ഒക്കെ വലിയ ഉണർവിൻ കാറ്റുകളടിച്ചു. യൗവനക്കാർ അവരുടെ പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ടാണ് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് കടന്നു വന്നത്, ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കടന്നുപോയത്. അതുപോലെ പല ഇടങ്ങളിലേക്കും മിഷണറിമാരായിട്ട് അവർ കടന്നുപോയത്. അവർക്ക് വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നവരാണ്, ലോകപരമായി ജീവിച്ചു പോയ മനുഷ്യരാണ് അവരൊക്കെ. പക്ഷെ സുവിശേഷം അവരെ പിടിച്ചുലച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ. നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരം, തീപ്പൊയ്കയിലേക്ക് അതിവേഗം നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആത്മാക്കളെക്കുറിച്ച് ശുശ്രൂഷകർ വർണ്ണിക്കുമ്പോൾ അത് അവർ പറയുന്നത് വളരെ ഹൃദയഭാരത്തോടു കൂടിയാണ്. ഒരു ചടങ്ങ് പൂർത്തീകരിക്കാൻ വേണ്ടി വന്നതല്ല. ഹഡ്സൺ ടൈലർ സമർപ്പണാനുഭവത്തിൽ ചൈനയുടെ ഉൾനാടുകളിലേക്ക് പോയിട്ട് പിന്നീട് താൻ പഠിച്ച ഓക്സ്ഫോർഡിലേക്കൊന്ന് മടങ്ങി വരിക. അങ്ങനെ മടങ്ങി വന്ന് അവിടെ ഒരു പ്രസംഗം കാഴ്ചവെച്ചപ്പോൾ അനേക യൗവനക്കാരുടെ ഹൃദയത്തെയാണ് തൊട്ടുണർത്തിയത്. നോക്കണം, നമ്മൾ പറയുന്ന പെന്തക്കോസ്ത് മൂവ്മെൻ്റ് ആരംഭിച്ചിട്ടില്ല ആ കാലഘട്ടത്തിൽ. നമ്മളെന്തെന്ന് അതിന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പിന്മഴ പെയ്ത കാലം, അത് 20-ാം നൂറ്റാണ്ടിലാണ്. അതിനൊക്കെ മുൻപ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടെന്നേ ഇവിടെ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ട്. 20-ാം നൂറ്റാണ്ടിലേക്ക് വന്നപ്പോൾ അതൊരു മലവെള്ളം പോലെ കുത്തിയൊഴുകി വന്നെന്ന് മാത്രമേ ഉള്ളൂ. അതിനു മുമ്പേ പ്രവർത്തനമുണ്ട്. ആ സമയത്ത് ഈ പറയപ്പെട്ട യൗവനക്കാരെയൊക്കെ ആത്മാവിൽ തൊട്ടുണർത്തി. ആ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു പേരാണ് C.T. സ്റ്റഡ്, ചാൾസ് തോമസ് സ്റ്റഡ്. അദ്ദേഹം ചൈനയിലേക്ക് പോയി. ചൈനയിൽ നിന്ന് മടങ്ങി വന്ന് പിന്നീട് അദ്ദേഹം ആഫ്രിക്കയിലേക്ക്, സെൻട്രൽ കോങ്കോയിലേക്ക് പോയി. ആ പരിശുദ്ധാത്മാവ് തന്നെയല്ലേ ഇന്നും ഉള്ളത്. ഇന്ന് എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു മുന്നേറ്റം ഉണ്ടാകാത്തത്? അതായത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ എല്ലാ ഉള്ളിൽ കംഫർട്ടായിട്ട് ജീവിക്കുക എന്നുള്ള ഒരൊറ്റ ചിന്തയുള്ളൂ. അതിനുവേണ്ടി 21-41 വേണേൽ ഉപവാസം ഇരിക്കും, കംഫർട്ടായിട്ട് ജീവിക്കാൻ വേണ്ടി. ശാന്തവും സ്വസ്ഥവും സമാധാനവുമായിട്ട് അങ്ങനെ അങ്ങ് പോയാൽ മതി. വെല്ലുവിളികളൊന്നും വേണ്ട, സാഹസികതകളൊന്നും വേണ്ട. ഞാൻ ഈ പറഞ്ഞ യൗവനക്കാരൊക്കെ സാഹസികരല്ലായിരുന്നോ? അവർ സാഹസികരായി ലോകം മുഴുവൻ സഞ്ചരിച്ചു. നമുക്ക് 2, 3, 4, 5 ഒക്കെ പിള്ളേരുണ്ടല്ലോ. അവരെല്ലാം നമ്മൾ പഠിപ്പിച്ച് വൈറ്റ് കോളർ ജോബിന് വേണ്ടി തയ്യാറാക്കുകയാണ്. അങ്ങനെ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ അവരെ അയക്കുകയാണ്. അങ്ങനെ അവർ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു. പിന്നീട് അവർക്ക് യോഗ്യമായ കല്യാണങ്ങൾ അന്വേഷിക്കുന്നു. യോഗ്യമായ കല്യാണങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ഹൃദയഭാരം, ഒരു ചെറിയ നോവും വന്നു. അതെന്താണെന്നറിയാവോ? എനിക്ക് ഇന്ന് ഒരു വീഡിയോ കിട്ടി. ഞാൻ ആദ്യം പറഞ്ഞ കൊടുങ്കാറ്റടിപ്പിക്കുന്ന മല്ലപ്പള്ളിക്കാരൻ്റെ ഒരു മെസ്സേജാണ്. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് അടുത്ത ആഴ്ച അതിനെക്കുറിച്ച് അല്പം പറയാമെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. അതായത് കല്യാണ സംബന്ധമായ ആ വീഡിയോയുടെ തംബ്നെയിലിൽ, അതായത് അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിരിക്കുന്നത് ഭയങ്കര ചങ്കുറപ്പോടുകൂടി പെന്തിക്കോസ്ത് കല്യാണത്തിന് പല കാര്യങ്ങളും തുറന്നു പറഞ്ഞെന്നാണ് പറയുന്നത്. എന്നിട്ട് ഞാൻ ആ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു സഹോദരങ്ങളെ. അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ വളരെ സങ്കടകരമായ കാര്യങ്ങളാണ് ഈ മെസ്സേജിലൂടെ, കല്യാണ മെസ്സേജിലൂടെ ആ പ്രസംഗി പറഞ്ഞിരിക്കുന്നത്. പെന്തക്കോസ്ത് സമൂഹത്തെ മുഴുവനും അവഹേളിച്ചുകൊണ്ട്, നിന്ദിച്ചുകൊണ്ട്. അതിൻ്റെ ഒരു സത്യാവസ്ഥ ഞാൻ അന്വേഷിച്ച് പിടിച്ചു വന്നപ്പോൾ ഈ പറയുന്നതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. പെന്തക്കോസ്തിൽ മുഴുവനും ജാതിയാണ്. ഓക്കെ, ഇവിടെ ജാതി ചിന്തയുള്ള ആളുകളുണ്ട്. അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. അടുത്ത ആഴ്ച നമുക്ക് പോകാം. അപ്പോൾ ഈ കല്യാണത്തോടുള്ള ബന്ധത്തിൽ ഈ ഒരു സമൂഹത്തെ, അതിലെ ശുശ്രൂഷകരെയൊക്കെ അപമാനിക്കുമാർ പറഞ്ഞ കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ആ സൈഡിൽ നമ്മൾ അന്വേഷിച്ചു. ഒരു പ്രധാനപ്പെട്ട പെന്തിക്കോസ്ത് ഓർഗനൈസേഷൻ, അതിലെ ഒരു സെൻട്രൽ പാസ്റ്റർ, അദ്ദേഹത്തോട് ഈ ഒരു കല്യാണവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ കാര്യങ്ങളെയൊക്കെ വിലക്കിയെന്നും സംസാരിക്കാൻ ചെന്നവരെല്ലാം ശപിച്ച് മുടിച്ച് കളഞ്ഞു എന്നൊക്കെയാണ് ഈ പ്രസംഗി പറയുന്നത്. കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ അതിനകത്തൊരു ഭോഷ്കുണ്ടെന്ന് മനസ്സിലാക്കി. അങ്ങനെയാണ് ഞാൻ അന്വേഷണത്തിലേക്ക് പോയത്. നമ്മൾ അന്വേഷിക്കും. ഈ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന
ഓപ്പോസിഷൻ ലീഡർ എന്നാ കഴിഞ്ഞ ഇലക്ഷനോടുള്ള ബന്ധത്തിൽ കുറേ കാര്യങ്ങളെ ഇങ്ങനെ സ്റ്റഡി ചെയ്ത് റിസർച്ച് ചെയ്ത് പുറത്തു കൊണ്ടുവന്നില്ലേ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കൊച്ചു സ്റ്റഡിക്ക് റിസർച്ചിന് പോയി കഴിഞ്ഞപ്പോൾ കിട്ടിയ ഉത്തരങ്ങൾ ശുഭകരമായ ഉത്തരങ്ങളല്ല. ഇങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ടൊന്നും ഒരു ബന്ധമുള്ള കാര്യങ്ങളല്ല. അപ്പോൾ അതിൽ മുൾമുനയെ നിർത്തിയ ഒരു സെൻട്രൽ പാസ്റ്ററിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ആ പാസ്റ്റർ നീ ഭൂമിയിൽ നിന്ന് മൺമറഞ്ഞു പോയി. അദ്ദേഹവുമായി ബന്ധപ്പെട്ട വഴിയിലുള്ള കാര്യങ്ങളെയാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ചും കൂടെ വിശദാംശം കിട്ടാനുണ്ട്. കിട്ടിക്കഴിയുമ്പോൾ ഞാൻ അടുത്ത ആഴ്ച ഞാനത് പബ്ലിക്കലി പറയുന്നുണ്ട്. അതായത് ഈ വലിയവായിലെ വർത്തമാനം പറയുന്ന ആളുകൾ ലോകത്തിൻ്റെ ഏജൻറ്റുമാരാണ് എന്നുള്ളത് പ്രൂവ് ചെയ്യേണ്ടതുണ്ടല്ലോ. അതൊക്കെ പ്രൂവ് ചെയ്യേണ്ടതുള്ളത് കൊണ്ട് നമ്മൾ കൃത്യമായി കാര്യങ്ങളെ പറയും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് മടങ്ങിപ്പോവുകയാണ്. നമ്മുടെ വാത്സല്യ സഹോദരങ്ങൾ പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടല്ലോ. അതായത് കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടുവോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പും ഒരു ധൈര്യവും ഇല്ല പലർക്കും. അതെങ്ങനെയാണ് അങ്ങനെ പറയാൻ കഴിയുന്നത്? അങ്ങനെ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കർത്താവ് എത്രത്തോളം ദുഃഖിക്കും. വെളിപ്പാട് ദിവസം 22-ാം അധ്യായം അവസാനിക്കുമ്പോൾ കർത്താവ് എന്താ പറയുന്നത്? അവൻ കയറ് പൊട്ടിക്കുക, ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പറഞ്ഞ് തൻ്റെ മണവാട്ടിയെ ചേർക്കാൻ വേണ്ടി ഇതാ ഞാൻ വേഗം വരുന്നു. മണവാട്ടിക്ക് ആ ഒരു ചിന്തയും ആ ഒരു ഉത്സാഹവും ആ ഒരു കത്തലും ഇല്ലെങ്കിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ശരിക്കും സംഭവിച്ച കാര്യം എന്ന് പറയുന്നത് ഈ രക്ഷയുടെ ഗൗരവം, താൻ എവിടെയാണ് കിടന്നത്, എവിടെ നിന്നാണ് രക്ഷപ്പെട്ട് വന്നതെന്നുള്ളത് നമ്മുടെ വാത്സല്യ മണവാട്ടി മനസ്സിലാക്കിയിട്ടില്ല. അത് മനസ്സിലാക്കിയാലല്ലേ ഉള്ളിൽ ആ കത്ത് വരികയുള്ളൂ. അത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല പ്രിയപ്പെട്ടവരും എന്നോട് ചോദിക്കാനിടയായി ഈ രക്ഷയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാൻ പറ്റില്ലേ എന്നുള്ള രീതിയിൽ. 1-2 വർഷം പുറകിലാണ് നമ്മൾ രക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വളരെ ഡെപ്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ മെസ്സേജൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട്. നമ്മൾ ആ മെസ്സേജൊക്കെ പോയി നിങ്ങൾ പുതുതായി നമ്മളെ കേൾക്കുന്നവരോട് എങ്ങനെ പറയും? അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ആ ഭാഗത്തൂടെയൊക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് സഞ്ചരിക്കേണ്ടതുണ്ട്. നിങ്ങൾ എന്നോട് കോപ്പറേറ്റ് ചെയ്യണം. കാരണം പല പ്രിയപ്പെട്ടവർക്കും ഈ വിഷയത്തിൻ്റെ ഒരു ഗൗരവം മനസ്സിലായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ ഈ റോമാലേഖനം ഇന്നിങ്ങനെ ഇരുന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് റോമാലേഖനം 1-ാം അധ്യായം 2-ാം അധ്യായം, അങ്ങനെ ഈ 2 അധ്യായത്തിലേക്ക് ശ്രദ്ധ തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ 1-ാമത്തെ അധ്യായത്തിലൂടെ തുടക്കത്തിൽ പല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അത് പാതി കഴിയുമ്പോൾ വിജാതീയരായ സകല മനുഷ്യരും പാപത്തിലാണെന്നുള്ള കാര്യമാണ് 1-ാം അധ്യായത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമാണ്, യഹൂദനും വലിയ വിശേഷതയൊന്നുമില്ല, അവനും പാപത്തിന് കീഴിലാണ്. യഹൂദനും പാപത്തിന് കീഴിലാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു വന്നിട്ട് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 9-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: ആകയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴാകുന്നു എന്ന് നാം മുമ്പേ തെളിയിച്ചുവല്ലോ. എവിടെയാണ് തെളിയിച്ചത്? 1-ാം അധ്യായത്തിൽ തെളിയിച്ചു ജാതികളെല്ലാം പാപത്തിന് കീഴിലാണെന്ന്. 2-ാം അധ്യായത്തിൽ തെളിയിച്ചു യഹൂദൻ പാപത്തിന് കീഴിലാണെന്ന്. ഞാൻ 2 അധ്യായത്തിലേക്കൊന്നും പോകുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഓടിച്ചു പറയാം. എന്നിട്ട് 3-ാം അധ്യായത്തിൽ ആ കാര്യം എടുത്തു പറഞ്ഞിട്ട് അതിന് താഴെ 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. എല്ലാവരും പാപത്തിന് കീഴിലാണ്. അപ്പം ഇനി യഹൂദനെന്നോ യവനനെന്നോ വ്യത്യാസമില്ല, എല്ലാവരും പാപത്തിന് കീഴിലാണ്. സകല മനുഷ്യരും പാപത്തിന് കീഴിലാണ്. ജ്ഞാനായക്കാരെന്ന് പറയുന്നൊരു കൂട്ടരുണ്ട് കേട്ടോ. നമ്മുടെ ഇടയിലൂടെ ആരെങ്കിലും ഇരിപ്പുണ്ടോയെന്നറിയില്ല. 1-2 പേര് കാണാൻ സാധ്യതയുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ കൂട്ടരെ സംബന്ധിച്ച് അവരുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് അവരെന്തോ വിശേഷപ്പെട്ട ജനസിൽപ്പെട്ട ആളുകളാണെന്നാണ്. അവരങ്ങനെ യാക്കോബായാലും കാത്തലിക്സിലും ഒക്കെ ഉണ്ട്. ഈ 2 കൂട്ടത്തിൽ നിന്നും പുറത്തു വന്ന ആൾക്കാർ പിന്നീട് പെന്തിക്കോസിൽ വന്നിട്ടുണ്ട്. ബ്രദറൻ സമൂഹത്തിലും ഉണ്ട് ആ കൂട്ടത്തിൽ നിന്നൊക്കെ വന്നവർ. എന്നാൽ കൂടുതൽ ആളുകളും പെന്തക്കോസ് സമൂഹത്തിലാണ്. പെന്തക്കോസ്റ്റിലൊക്കെ വന്നെന്ന് പറഞ്ഞാൽ പോലും അവർക്കൊരു ചിന്തയുണ്ട്, തങ്ങൾ കുറച്ച് വിശേഷപ്പെട്ടവരാണ്, വിശേഷപ്പെട്ട ഒരു രക്ഷ പ്രാപിച്ച് വിശേഷപ്പെട്ട ജീവിതം നയിക്കുക എന്നുള്ളൊരു ചിന്തയിലാണ് ആ പാവങ്ങളിരിക്കുന്നത്. ശരിക്കും രക്ഷയുടെ ആഴങ്ങൾ, അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിലൊരിക്കലും ജ്ഞാനായ എന്നുള്ള വാക്കുപോലും പറയില്ല. പിന്നെ ഒരു കമ്മ്യൂണിറ്റി, ഇന്ന കമ്മ്യൂണിറ്റിയിലായിരുന്നു എന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അതിലപ്പുറം ഒന്നും പറയാനായിട്ട് നാക്ക് പൊങ്ങില്ല. കാണേണ്ട കാര്യങ്ങൾ കാണേണ്ടതുപോലെ കണ്ടു കഴിഞ്ഞാൽ അത് കണ്ണിൻ്റെ മുമ്പിൽ വരച്ചു വെച്ച് കിട്ടണം. വരച്ചു വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നാക്ക് പൊങ്ങില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ,
ആ ഉദ്ദേശി പറഞ്ഞല്ലോ, പെന്തിക്കോസുകാരുടെ ഇടയിൽ കല്യാണത്തോടുള്ള ബന്ധത്തിൽ ഇവിടെ ജാതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റിതര മതങ്ങളിൽ നിന്നൊക്കെ വന്ന ആളുകൾക്ക് പെൺകുട്ടികളെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ കിട്ടില്ല എന്നൊക്കെയുള്ള രീതിയിൽ തട്ടിവിട്ടു. അപ്പോൾ അതൊക്കെ ഒരളവിൽ നമുക്ക് അംഗീകരിക്കാം. ഇവിടെ ജാതീയ ചിന്തയൊക്കെയുള്ള മനുഷ്യർ ധാരാളമുണ്ട്. അതിന് കാര്യകാരണങ്ങളുണ്ട്. ഒരു ശുശ്രൂഷകൻ അതാണ് അന്വേഷിക്കേണ്ടത്. എന്തുകൊണ്ടാണ് നമ്മുടെ ഇടയിലുള്ള ആളുകൾക്ക് ജാതീയമായ ചിന്തകളുള്ളത്? അവരിപ്പോഴും അങ്ങനെ ഒരു ജീവിതം നയിക്കുന്നതിൻ്റെ കാര്യകാരണം എന്താണ് എന്നന്വേഷിക്കണം. എന്നന്വേഷിച്ചിട്ട് ആ കാര്യത്തിൻ്റെ ഉത്തരം കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ പരിഹാരം ഉണ്ടാക്കണം. അല്ലാതെ ചുമ്മാ കല്യാണവേദിയിൽ വന്ന് നാനാജാതി മതസ്ഥർ ഇരിക്കുന്നിടത്ത് വന്ന് പറയുകയാണ് പെന്തക്കോസുകാരുടെ ഇടയിൽ ജാതി ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ആളുകൾ എന്തായിരിക്കും ധരിക്കുന്നത്? അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ ആളുകൾ ചിന്തിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് പാപത്തിൻ്റെ ആഴം. അവർ ഇന്നലെ എവിടെയാണ് കിടന്നതെന്ന് അവർ തിരിച്ചറിയുന്നില്ല. പാപത്തിൻ്റെ പടുകുഴി കിടന്ന മനുഷ്യരല്ലേ ക്നാനായക്കാരനും സുറിയാനിക്കാരനും റോമനും ലത്തീനും എല്ലാം. ചേറ്റിലല്ലയോ കിടന്നത്? നാറ്റമല്ലയോ വമിച്ചതെന്നല്ലേ പാട്ട് പാടിക്കൊണ്ട് കിടന്നത്? ചേറ്റി കിടന്നവൻ, നാറ്റം വമിച്ച് കിടന്നവൻ. പാപത്തിൻ്റെ ദുർഗന്ധം എന്ന് പറയുന്നത് ഭയങ്കരമാണ്. മൂക്ക് തട്ടിപ്പോവും. അങ്ങനെ ആ ചേറ്റുകുഴിയിൽ പന്നി കിടന്ന് ഉരുണ്ടതുപോലെ ഉരുണ്ട് പറഞ്ഞ് നടന്ന മനുഷ്യരാണ്. ഒരു സമയത്ത് സുവിശേഷം നമ്മുടെ കാതുകളിലെത്തി, നമ്മുടെ അടുക്കിലേക്ക് വന്നു. അത് വന്നപ്പോഴല്ലേ നമ്മൾ തിരിച്ചറിഞ്ഞത്, അല്ലേ? ആ സുവിശേഷം നമ്മുടെ കാതുകളിൽ വന്ന് മുഴങ്ങിയപ്പോൾ ആദ്യമൊക്കെ നമ്മൾ അതിൽ രസിക്കുകയായിരുന്നു. ചേറ്റുകുഴിയാണെന്നൊന്നും മനസ്സിലായില്ല. ഞാൻ ചേറ്റുകുഴി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഓർത്തു, അയ്യോ ചേറ്റുകുഴിയാണെന്ന് അറിഞ്ഞോണ്ട്. അങ്ങനെയൊന്നുമല്ല. ഞങ്ങൾ ജ്ഞാനായക്കാരും, ഞങ്ങൾ സുറിയാനികളും, ഞങ്ങൾ പിന്നെ എങ്ങനെയാ, ഞങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഞങ്ങൾ അവിടെ കിടന്ന് നീന്തി തുടിക്കുകയായിരുന്നു. ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. എന്താ ഏതാ എവിടെയാ, മുങ്ങിപ്പോകുമോ മുടിഞ്ഞു പോകുമോ എന്നൊന്നും ഞങ്ങൾക്ക് വലിയ പിടിയുണ്ടായില്ല. പക്ഷെ സുവിശേഷം കാതുകളിൽ വന്ന് ആർത്തലച്ചപ്പോൾ നടുങ്ങിപ്പോയി. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ സുവിശേഷം പറയുന്നവർ അധികാരത്തോടും അഭിഷേകത്തോടും വന്ന് പറഞ്ഞപ്പോൾ ഉയ്യോ, നമ്മെ അറസ്റ്റ് ചെയ്യുന്ന പോലെയായിരുന്നു. കയ്യിലും കാലിലും കയ്യാമം വയ്ക്കുന്ന പോലെ തോന്നിപ്പോയി. അത്ര ഭയങ്കരം. നമ്മുടെ അവസ്ഥ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരികയായിരുന്നു. നീ നീന്തി തുടിക്കുന്നത് കൊള്ളാം, നീ ചേറ്റിലാണ് കിടക്കുന്നത്, പാപത്തിൻ്റെ പടുകുഴിയിലാണ് നീ കിടക്കുന്നത്, നീ മുങ്ങിത്താണുകൊണ്ടിരിക്കുകയാണ് പ്രിയനെ എന്നാണ് പറഞ്ഞത്. നീ മുങ്ങിത്താണുകൊണ്ടിരിക്കുകയാണ്. കാലങ്ങൾ സമയങ്ങൾ അധികമില്ല, നീ മുങ്ങിപ്പോകും. നീ ഇപ്പം തന്നെ മൂക്കറ്റം വെള്ളത്തിലാണ്, അല്ലെങ്കിൽ ചേറ്റുകുഴിയിലാണ് നീ കിടക്കുന്നത്. എപ്പോഴാണ് നിന്റെ കഥ തീരുന്നതെന്ന് പറയാൻ കഴിയില്ല. നാളെയൊന്നൊരു ദിവസം നിനക്കുണ്ടോ എന്ന് പോലും അറിയില്ല. നാളെയൊന്നൊരു ദിവസം നിനക്കുണ്ടോ എന്ന് പോലും അറിയില്ല. ഒരുപക്ഷെ ഇന്ന് അവസാനിച്ചാൽ ആഘോഷകരമായൊരു ശവാടക്കൊക്കെ കിട്ടുമായിരിക്കും. പക്ഷേ നിന്റെ പ്രാണനെ നീ നേടിയിട്ടുണ്ടോ? നിന്റെ വിശ്രമം എവിടെയായിരിക്കും? അത് വിശുദ്ധന്മാരോടൊപ്പമായിരിക്കുമോ? അതായത് വിശ്രമ സ്ഥലത്ത്, അതോ കീഴേ പാതാളത്തിലായിരിക്കുമോ, അതോ യാതനാ സ്ഥലത്തായിരിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ നമ്മുടെ മുമ്പിൽ തിരിച്ച് തരികയായിരുന്നു. അതെല്ലാം ഇങ്ങനെ തുറന്നു കൊണ്ടുവന്നപ്പോൾ ഉള്ളൊന്ന് കത്തി, ശരിക്കും ഒന്ന് കത്തി. എല്ലാവരുടെയും അങ്ങനെ കത്തണമെന്നില്ല കേട്ടോ. പക്ഷെ ഇവിടെ ഇരിക്കുന്നവരുടെ എല്ലാം ഉള്ളൊന്ന് കത്തിയതായിരിക്കും, അല്ലേ? ഒരു കത്തിയെന്ന്. ഇങ്ങനെ എനിക്ക് എത്ര നാൾ പോകാൻ കഴിയും? എൻ്റെ അവസ്ഥ പരിതാപകരമാണല്ലോ. ഞാനൊരു ദുർഗതിയിലാണല്ലോ. അനങ്ങാൻ നോക്കുമ്പോൾ കാലിലെല്ലാം ചങ്ങലകളാണ്, കയ്യിലും കാലിലും ചങ്ങലയാണ്. കുതിറി മാറാൻ നോക്കി, രക്ഷപ്പെടാൻ നോക്കി. എത്ര ശ്രമിച്ചിട്ടും രക്ഷപ്പെടാൻ കഴിയുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും രക്ഷപ്പെടാൻ കഴിയുന്നില്ല. അവിടേക്കാണ് സുവിശേഷം കടന്നു വന്ന് നമ്മുടെ കാതുകളിൽ അത് കേൾപ്പിക്കുകയായിരുന്നു. ഇപ്പം ഞാൻ വായിച്ച വാക്യമുണ്ടല്ലോ, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തിയിരിക്കുകയാണെന്നാണ് വായിക്കുന്നത്. പിന്നീട് വായിക്കുന്നുണ്ട് പാപത്തിൻ്റെ ശമ്പളം മരണം അത്രയെന്ന്. പാപം നിന്നെ വലിച്ചുകൊണ്ട് പോകും. എങ്ങോട്ടാ? മരണത്തിൻ്റെ തലസ്ഥാനത്തിലേക്ക്. അവിടെ മരണപാശങ്ങൾ നിന്നെ ചുറ്റും, പാതാളവേദനകൾ നിന്നെ പിടിക്കും. അതല്ലേ സംഭവിക്കാൻ പോകുന്നത്. അവിടെ സുറിയാനിയുണ്ടോ, ലത്തീനുണ്ടോ, അയ്യോ, അവിടെ സുന്ദരനുണ്ടോ, സുന്ദരിയുണ്ടോ, പണ്ഡിതനുണ്ടോ, പാമരനുണ്ടോ, ഒന്നുമില്ല. മരണപാശങ്ങൾ നിന്നെ ചുറ്റും. മേലാൽ സംഭവിക്കാനുള്ള കാര്യം അതല്ലേ. ഈ ആളുകൾ മരിച്ചു പോയി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? എങ്ങോട്ടായി പോകുന്നത്? നമ്മെ മരണപാശങ്ങൾ ചുറ്റിക്കൊണ്ട് പോകേണ്ടതായിരുന്നു. ആ പോകുന്ന പോക്കിലാണ് നമ്മുടെ അധരത്തിൽ നിന്നൊരു സ്വരം മുഴങ്ങുന്നത്. എന്താ സ്വരം?
എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നുള്ള സ്വരം. നിരീശ്വരവാദികൾ അങ്ങനെ പറയുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ എനിക്ക് സൂക്ഷ്മം പറയാൻ പറ്റില്ല. പൊതുവെ മനുഷ്യരെല്ലാം പറഞ്ഞു പോകും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, അല്ലേ? മനുഷ്യവർഗത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ കാൽവറിയിലെ ക്രൂശിൽ കിടന്നുകൊണ്ട് എന്താ വിളിച്ചു പറഞ്ഞത്? എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന്. ആ സ്വരം നമ്മൾ അടുത്ത് നിന്ന് കേട്ടിട്ടുള്ളവരാ. ഒന്നുകൂടെ ഇന്ന് രാത്രി കേൾപ്പിക്കുക. ആ സ്വരം ആരുടെയാണെന്നാണ് നമ്മൾ കണ്ടത്? തീർച്ചയായും നമുക്ക് പറയാം അത് മനുഷ്യപുത്രൻ്റെ സ്വരം തന്നെയാണ്. അതെ, നിശ്ചയമായും അത് മനുഷ്യപുത്രൻ്റെ സ്വരമാണ്. ഒന്നുകൂടെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചാലോ, അത് മനുഷ്യപുത്രൻ്റെ സ്വരം മാത്രമാണോ? അതെ, മറ്റൊരു ആംഗിളിൽ നിന്ന് നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? അത് നമ്മുടെ സ്വരമായിരുന്നു, നാം പറയേണ്ട സ്വരമായിരുന്നു. അത് മനുഷ്യവർഗം പറയേണ്ട സ്വരമാണത്. കൈവിടപ്പെട്ടു പോകുന്ന ആ സാഹചര്യത്തിൽ മനുഷ്യവർഗം ദൈവസന്നിധിയിൽ വിലപിക്കുന്ന സ്വരമാണത്. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നുള്ള ഒരു ദീനരോധനം മനുഷ്യവർഗത്തിൻ്റെ സ്വരമാണ്. അങ്ങനെ ശബ്ദിക്കേണ്ടവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. പക്ഷെ കൃപയാൽ അവിടെയാണ് കൃപ എന്നുള്ളൊരു വാക്കിൻ്റെ പ്രത്യേകത വന്നത്. കൃപയാൽ വിശ്വാസം മൂലം നാം നീതീകരിക്കപ്പെട്ടു. കൃപയാൽ വിശ്വാസം മൂലം നാം നീതീകരിക്കപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് ആശ്വാസത്തോടെ നാം പ്രത്യാശയിലിരിക്കുന്നത്. നമ്മുടെ വീണ്ടെടുപ്പിനെ ഒന്നുകൂടെ ഒന്ന് ഓർത്തു നോക്കി. കൃപയാലാണ് നമ്മുടെ വീണ്ടെടുപ്പ് നടന്നത്. വിശ്വാസം മൂലമാണ് നാം നീതീകരിക്കപ്പെട്ടത്. ആ സമയത്ത് തന്നെ തൽപര കക്ഷികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരുന്നുകൊണ്ട് പെന്തിക്കോസ്ത് സമൂഹത്തിനെതിരെ ദൂഷണങ്ങൾ പറയുകയാണ്. ദൂഷണങ്ങൾ. നമ്മുടെ ഇടയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രസംഗിക്കുന്നില്ല, പറയുന്നില്ല, പഠിപ്പിക്കുന്നില്ല, ഒന്നും അറിയില്ലെന്നൊക്കെ ആളുകൾ പറയുന്നത്. ഞാൻ മുന്നമേ ഒരു മെസ്സേജിൽ പറഞ്ഞതാ, ഈ കാര്യങ്ങളൊക്കെ വളരെ വൃത്തിയായിട്ടും കൃത്യതയോടും പറയാൻ അറിയാവുന്ന ശ്രേഷ്ഠരായ ദൈവദാസന്മാരെ സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയോ ദൈവദാസന്മാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു. എന്നാൽ ബഹുഭൂരിപക്ഷം പേര് ഈ വിഷയങ്ങളുടെ ആഴങ്ങൾ അറിഞ്ഞല്ല വരുന്നതെന്നുള്ള കാര്യം തർക്കമില്ലാത്ത കാര്യമാണ്. അവിടെ നമ്മൾ ന്യായീകരിക്കാനൊന്നുമില്ല. അത് നമ്മൾ തലകുനിച്ച് തന്നെ സമ്മതിക്കും. ബഹുഭൂരിപക്ഷം പേർക്ക് ഈ കാര്യങ്ങളുടെ ആഴം അറിയില്ല. അറിയാമെങ്കിൽ കർത്താവ് വരുമ്പോൾ ഞാൻ എടുക്കപ്പെടും എന്ന് തന്നെ ഉറപ്പിച്ചു പറയില്ലേ? നമ്മുടെ ജീവിതത്തിലെ കൊച്ചു പോരായ്മകളോ കുറവുകളോ കാര്യങ്ങളോ ഒക്കെ വെച്ചിട്ട് നമ്മൾ എറിഞ്ഞു കളയോ നമ്മുടെ കർത്താവ്? ഈ ചേറ്റുകുഴിയിൽ നമ്മെ പൊക്കിയെടുത്തുകൊണ്ട് വന്ന് എറിഞ്ഞു കളയാനല്ലല്ലോ. മുന്നറിയിപ്പുകളെ തരുന്നതിൻ്റെ കാരണം എന്താ? രക്ഷിക്കപ്പെട്ട് വന്നതിന് ശേഷം നമുക്ക് ജഡത്തിൽ സഞ്ചരിക്കാൻ സാവകാശം ഉണ്ട് ഇവിടെ. അത് പരിശോധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആ പരിശോധനകളെ അതിജീവിക്കണമെങ്കിൽ നാം വചനത്തിൽ നിലനിൽക്കണം, ആത്മാവിനെ അനുസരിച്ച് നടക്കണം. വചനത്തിൽ നിലനിന്ന് ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ സന്ദേഹത്തിന് ഒരു സാധ്യതയില്ല സഹോദരങ്ങളെ. എന്ത് സന്ദേഹമാണുള്ളത്? എന്ത് സംശയമാണുള്ളത്? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇന്ന് വരെ അങ്ങനെ ഒരു സംശയം തോന്നിയിട്ടില്ല. നമ്മുടെ പ്രതിഫലങ്ങളും കിരീടങ്ങളും ഒക്കെ അതിനെക്കുറിച്ച് എനിക്ക് സൂക്ഷ്മമൊന്നും പറയാൻ കഴിയില്ല. കാഹളം ധ്വനിച്ച് നമ്മുടെ കർത്താവിനോടുകൂടെ അവർ സിംഹാസനത്തിന് മുമ്പാകെ എത്തപ്പെടുമ്പോൾ അവിടെ പ്രതിഫലങ്ങളും കിരീടങ്ങളും ഒക്കെ വീതിക്കും. എല്ലാ കാര്യങ്ങളും വീതിക്കും. പിന്നീട് നമ്മൾ കണ്ടതുപോലെ കുഞ്ഞാടിൻ്റെ കല്യാണം, തൻ്റെ കാന്തയുടെ കരം അവൻ പിടിക്കും. നമ്മളും ആ നിമിഷത്തിന് വേണ്ടി ആവലോടെ കാത്തിരിക്കുകയാണ്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യത്തിൽ നിന്നൊന്ന് സ്കിപ്പായി പോയിരുന്നു. അതായത് അതൊന്നുകൂടെ ചേർത്ത് പറയാം. അതായത് ഈ കാലഘട്ടത്തിലെ ശുശ്രൂഷകരിൽ വലിയ പങ്കും ഈ അനുഗ്രഹവും നന്മയെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് പലരുടെ ഉള്ളിലും മോഹങ്ങളും താല്പര്യങ്ങളും ഒക്കെ ഇട്ടുകൊടുക്കുന്നത്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ലാത്ത മനുഷ്യരുടെ ഉള്ളിലും ഈ ഇങ്ങനെയുള്ള പല ചിന്തകളാണുള്ളത്. അതുകൊണ്ടാണ് അവർ സംശയം പ്രകടിപ്പിക്കുന്നത്. ഈ ശേഷം മനുഷ്യരെ പോലെ മറ്റുള്ളവരെ പോലെയൊക്കെ നമ്മളങ്ങനെ അങ്ങ് ജീവിച്ചു പോകുക എന്നുള്ളൊരു ചിന്തയിലേക്ക് വന്നുപോയി. അതിന് പകരം അവരെ കൃത്യമായ ട്രാക്കിലൂടെ നടത്തണമായിരുന്നു. ആ ട്രാക്കിലൂടെ നടത്താൻ പറ്റാത്തതുകൊണ്ടാണ് ഈ സന്ദേഹങ്ങളും സംശയങ്ങളൊക്കെ വന്നത്. നമ്മൾ കഴിഞ്ഞ നാളുകളിൽ ചാർട്ടൊക്കെ ഇട്ട് ഈ വക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ടാബർനാക്കിളിൻ്റെ പിക്ചറൊക്കെ വെച്ചിട്ടാണ് ഈ വക കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തത്. കർത്താവരൻ താമസിച്ചാൽ അടുത്ത ആഴ്ച കുറച്ചും കൂടെ ആഴത്തിൽ ആ ഭാഗത്തേക്ക് നമുക്ക് കടന്നു പോകാം. ഇന്നിപ്പോൾ ഞാനൊന്ന് ചില കാര്യങ്ങൾ തുടങ്ങി വെക്കുകയാണ്. അപ്പോൾ റോമാലേഖനം 1-2 അധ്യായം പറഞ്ഞിട്ട് 3-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ പറഞ്ഞു, ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ നഷ്ടപ്പെട്ട അവസ്ഥയിൽ കിടക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ചേറ്റുകുഴിയിലാണ് കിടക്കുന്ന, പാപത്തിൻ്റെ പടുകുഴിയിലാണ് കിടന്നിരുന്നത്. കൈവിടപ്പെട്ട് പോവുകയായിരുന്നെങ്കിൽ നമ്മുടെ അതരത്തിൽ നിന്ന് വരേണ്ട സ്വരമാണ് ആ പറഞ്ഞത്. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നുള്ള സ്വരം. മരണപാശങ്ങൾ നമ്മെ വരിഞ്ഞു മുറുക്കി വലിച്ചുകൊണ്ട് പോകുന്നൊരു പോക്കുണ്ട്. പാതാള വേദനകൾ നമ്മൾ അനുഭവിക്കേണ്ടി വന്നേനെ. പക്ഷെ മഹാകൃപയാൽ നമുക്കൊരു ഉദ്ധാരണം ലഭിച്ചു.
ഈ 3-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം കൂടെ ഒന്ന് വായിക്കുകയാണ്. 3:24 എന്താ വായിക്കുന്നത്? അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നാം നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. അവൻ്റെ കൃപയാൽ, അതായത് വലുവനായ ദൈവത്തിൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. സൗജന്യമായൊരു രക്ഷയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ രക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങൾ, രക്ഷ തികച്ച് സൗജന്യമാണ്, അൺകണ്ടീഷണലാണ്, ഒരു കണ്ടീഷനും ഇല്ലാതെയാണ് നമ്മെ ആ ചേറ്റുകുഴിയിൽ നിന്ന് കോരിയെടുക്കുന്നത്. സുവിശേഷം എന്ന ക്രെയിൻ അവിടേക്ക് ഇറങ്ങി വന്ന് നമ്മെ കോരിയെടുക്കുകയാണ്. എന്നിട്ട് നമ്മെ കഴുകി ശുദ്ധീകരിക്കുകയാണ്. നമ്മെ ശുദ്ധീകരിച്ച് വെടിപ്പോടെ തൻ്റെ സന്നിധിയിൽ നിർത്തുകയാണ്. ആ വാക്യത്തിൽ എന്താ കണ്ടത്? ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നാം നീതീകരിക്കപ്പെടുന്നത്. നീതീകരിക്കപ്പെട്ട അവസ്ഥ. അത് കഴിഞ്ഞിട്ട് 25-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാവങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പാൻ തന്നെ. എങ്ങനെയാ വാക്യം? വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ. അതിനു മുമ്പ് നമ്മൾ കണ്ടെത്തിയൊരു കാര്യമാണ് പ്രായശ്ചിത്തമാകുവാൻ എന്നുള്ളതിന് അവിടെ വരുന്ന വാക്ക് അറ്റോൺ എന്നുള്ളൊരു വാക്കാണ്. അറ്റോൺ, അതായത് കവർ ചെയ്യുന്നൊരു കാര്യമാണ്. തൻ്റെ രക്തം മൂലം നമ്മെ കവർ ചെയ്യുകയാണ്. ഭയാനകമായ ന്യായവിധിയിൽ നിന്ന് ആ രക്തം മൂലം നമ്മെ കവർ ചെയ്യുകയാണ്, നമ്മെ നീതീകരിച്ചു നിർത്തുകയാണ്. കുറ്റം ചെയ്യാത്തവരെ പോലെയാണ് നമ്മെ നിർത്തുന്നത്. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മെ നീതീകരിക്കുകയാണ്. അവിടെയാണ് ജസ്റ്റിഫിക്കേഷൻ നടക്കുന്നത്. ഇവിടെയാണ് പൗലോസിൻ്റെ 1-ാം മിഷൻ യാത്രയിൽ പൗലോസ് ഗലാത്യ പ്രൊവിൻസിൽ കടന്നുചെന്ന് അവിടെ സുവിശേഷം അറിയിച്ചു. അതായത് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അവരുടെ കണ്ണിൻ്റെ മുമ്പിൽ വരച്ചു വെച്ചു കൊടുത്തു. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ. അങ്ങനെ ആ ജനം സുവിശേഷം കേട്ട് ആ സുവിശേഷ പ്രകാരമാണ് സറണ്ടർ ചെയ്ത്. ഇതേ കാര്യം തന്നെയാണ് 2-ാം മിഷൻ യാത്രയിൽ ഫിലിപ്പിയിലൂടെ സഞ്ചരിച്ച് കൊരിന്തിലെത്തുമ്പോൾ അവിടെയും നമ്മൾ കാണുന്നത്. ക്രൂശിക്കപ്പെട്ടവരായ ക്രിസ്തുവിനെ അവിടെ പ്രസംഗിച്ചു. മലയാളക്കരയിലെ പെന്തിക്കോസിന് സംഭവിച്ച ഒരു അപജയം എന്ന് പറയുന്നത് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന കാര്യത്തിലൊക്കെ ഉപേക്ഷ വന്നു. നമ്മുടെ ഇടയിലെ പല മീറ്റിങ്ങുകളും വിടുതലുകളും സൗഖ്യവും ആശ്വാസവും അങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങളും കടന്നു വരുന്നവരെയൊക്കെ ആശ്വസിപ്പിച്ച് വിടുക എന്നൊക്കെയുള്ളൊരു നിലയിലേക്ക് കാര്യങ്ങളെ മാറി മറിഞ്ഞു പോയി. അതായത് കറതീർന്ന സുവിശേഷം, സത്യസുവിശേഷം, നിർമ്മലമായ സുവിശേഷം അതിൻ്റെ ഗൗരവത്തിൽ പറഞ്ഞു കേൾപ്പിച്ചില്ല. സുവിശേഷം വഴി നമുക്ക് ലഭിക്കുന്നത് നിത്യജീവനാണ്. സുവിശേഷം വഴി നമുക്ക് ലഭിക്കുന്നത് ക്രിസ്തുവിനെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതല്ലാതെ ഈ ലോകത്തിലുള്ള ഒരു കാര്യങ്ങളുമല്ല. അതിൻ്റെ കൂട്ടത്തിൽ ഇതെല്ലാം തരുമെന്നൊക്കെയാണ് പലരും പറയുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ എന്നാ തരുമെന്ന്? അതോടുകൂടെ ഇതൊക്കെ കിട്ടുമെന്നാണ് അവർ പറഞ്ഞു വരുന്നത്. റോമാലേഖനത്തിൽ അങ്ങനെ വാക്യമുണ്ടെന്ന്. റോമാലേഖനം 8:31-32 വാക്യം വായിക്കുമ്പോൾ, തൻ്റെ പുത്രനെ നമുക്ക് നൽകിയവൻ അവനോടുകൂടെ സകലതും നൽകാതിരിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. പിന്നെ സുവിശേഷത്തിലുണ്ടല്ലോ, മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെ കിട്ടുമെന്ന്. അതോടുകൂടെ ഇതൊക്കെ കിട്ടുമെന്നുള്ളത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കാണുന്ന കാര്യങ്ങൾ എന്താ? എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നുള്ളതാണല്ലോ പ്രഥമദൃഷ്ടിയെ നമ്മൾ കണ്ടിട്ടുള്ളത്. അവിടെ വായിക്കുന്ന പ്രഥമദൃഷ്ടി ആ കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ സമ്പാദ്യം എന്ന നിലയിലാണോ നമ്മൾ കാണുന്നത്? ആണോ? അതാണോ ദൈവിക അനുഗ്രഹം എന്നുള്ള രീതിയിൽ പരിഗണിക്കുന്നത്? അതോടുകൂടെ ഇതൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ എന്നാ കിട്ടുമെന്നായി പറയുന്നത്? ഈ ഭൂമിയിൽ ജീവിക്കാനുള്ളതെല്ലാം, ജീവനത്തിന് വേണ്ടിയതെല്ലാം തരുമെന്നേ. ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കാമെന്ന് വേറെയും ബാക്കിയുമില്ലേ? അപ്പം നമുക്ക് ഉണ്മാനും ഉടുക്കാനും സഞ്ചരിക്കാനും ഒക്കെ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലപ്പുറത്തേക്ക് നമ്മൾ കടന്നു പോകരുത്. അതിലപ്പുറത്തേക്ക് നമ്മെ തള്ളിയിട്ടത് ഈ കാലഘട്ടത്തിലെ ശുശ്രൂഷകരാണ്. അതുകൊണ്ട് ജനം ഉറക്കം തൂങ്ങിപ്പോയതുകൊണ്ടാണ് ഉറക്കത്തിൽ നമ്മൾ ചോദിക്കുമ്പോൾ കർത്താവ് വരുമ്പോൾ എങ്ങനെയാവുമെന്ന് ചോദിക്കുമ്പോൾ പോയാൽ പോയി, പോയില്ല, വന്നു എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നത് സത്യത്തിൽ ഉറക്കത്തിലാണ്. അല്ലാതെ ശരിക്കും ഉണർന്നിരുന്നൊന്നും അല്ല ഇത് പറയുന്നത്. അവർ ഈ ഉറക്കത്തിലേക്ക് തള്ളിയിട്ടത് ഈ തലമുറയിലെ ശുശ്രൂഷകരാണ്. അതുകൊണ്ടാണ് ചിലർ ഉറക്കച്ചടവിൽ ഈ നവീന ഉപദേശങ്ങളൊക്കെ കേൾക്കാൻ പോകുന്നത്. നവീനക്കാരുടെ അടുക്കൽ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടുക എന്ന് പറയുന്നത് വലിയ പാടാണ്. നമ്മളെക്കുറിച്ച് ഈ നവീന ഉപദേശക്കാർ, ഈ ബ്രന്തക്കോസുകാരെന്ന് പറയുന്നത്, അവർ പറയുന്നത് നമ്മൾ ലീഗലിസത്തിൻ്റെ ആൾക്കാരാണെന്ന്. പെന്തക്കോസ് സമൂഹം ഒന്നടങ്കം. എന്നെ മാത്രം ഉദ്ദേശിച്ചല്ല കേട്ടോ പറയുന്നത്, എന്നെ ടാർഗറ്റ് ചെയ്തൊന്നും പറഞ്ഞതല്ല. മുഴുവൻ പെന്തക്കോസുകാർ ലീഗലിസമാണ് പഠിപ്പിക്കുന്നത്.
അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നു. നമ്മൾ ആ കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ വിശദീകരിക്കാം. അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് അന്നേരം നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഇപ്പം നമ്മൾ തുടങ്ങി വെക്കുക. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. കർത്താവിൻ്റെ അഭിഷിക്തന്മാർ ഗലാത്തിയിലും കൊരിന്തിലും കടന്നു ചെന്ന് സുവിശേഷം അറിയിച്ചപ്പോൾ അവരുടെ കണ്ണിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് ഗോൽഗോഥ. അവിടെ അവനെ തകർത്ത് കളഞ്ഞ ഇടമാണ്. അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അല്ലേ? അവൻ്റെ പ്രാണനൊരു അകൃത്യാഗമായി തീർന്നു. കൊരിന്തിരെ, നിങ്ങളത് കേൾക്കണം. അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു. ഗലാത്യരെ, നിങ്ങളത് കേൾക്കണം. നിങ്ങളും കേൾക്കണം. മേലാൽ കേൾക്കാനുള്ളവരും കേൾക്കണം. ഗൗരവമായ കാര്യങ്ങളാണ് അവിടെ പറയാനുള്ളത്. അവനെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. നോക്കണം, നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ട് 2 കാര്യം എൻ്റെ ഓർമ്മയിലേക്ക് വരിക. ഒന്ന് ബത്ലഹേം, 2 ഗോൽഗോഥ. എന്താ ബത്ലഹേമിൻ്റെ പ്രത്യേകത? തൻ്റെ ജനനം വഴി സൈഡിൽ എവിടെയോ. കുഞ്ഞുമായി മാതാപിതാക്കൾ സത്രത്തിലേക്ക് അഥവാ വഴിയമ്പലത്തിലേക്ക് കടന്നു ചെന്നു. അവിടെ സ്ഥലം കിട്ടിയില്ല. പിന്നീട് അവർ വെളിമ്പറമ്പിലേക്ക് പോയി അവിടെ ഒരു തൊഴുത്ത് കണ്ടു. ഒരു പശുത്തൊട്ടിയിൽ കുഞ്ഞിനെ അവിടെ കിടത്തി. ആ രാത്രിയിലാണ് സകല ജനത്തിനുണ്ടാകുവാനുള്ള മഹാസന്തോഷം ദൂതന്മാർ ആട്ടിടയരെ അറിയിച്ചത്. അങ്ങനെ ആ സന്ദേശം ലഭിച്ച ആട്ടിടയന്മാർ ആ രാത്രിയിൽ തന്നെ കടന്നു വന്ന് രക്ഷകനെ കാണുകയാണ്. രക്ഷകനെ കാണാൻ വരുന്നത് വഴിയമ്പലത്തിലേക്ക് ആയിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. സത്രത്തിലേക്ക് ആയിരുന്നെങ്കിൽ ഒരു സത്രം സൂക്ഷിപ്പുകാരൻ അവിടെ ഉണ്ടാകും. ഒരു അസിസ്റ്റൻറ്റും എന്തായാലും അവിടെ കാണുമായിരിക്കും. അവരോടൊക്കെ ചോദിച്ചിട്ട് വേണം, ആ മധ്യസ്ഥന്മാരോട് ചോദിച്ചിട്ട് വേണം രക്ഷകനെ കണ്ടെത്താൻ. സ്വർഗത്തിലെ ദൈവം അതിന് ഇട കൊടുത്തില്ല. പ്രപഞ്ച സൃഷ്ടാവായ ദൈവം താൻ ഈ ഭൂമിയിലേക്ക് മനുഷ്യവേഷത്തിൽ വരുമ്പോൾ ഒരു മെറ്റേണിറ്റി ഹോസ്പിറ്റലിൽ സംഘടിപ്പിക്കാൻ വലിയ പാടൊന്നുമില്ല. അങ്ങനെ ഒരു ഹോസ്പിറ്റലും ഒരു VVIP റൂമും ഒക്കെ സംഘടിപ്പിച്ച് അവിടെ പ്രസവം നടത്തിയാൽ മതിയായിരുന്നു. അവിടെയാണ് പ്രസവം നടക്കുന്നത്. പിന്നെ നമ്മൾ പറയുന്ന ഈ കുഞ്ഞ് അഥവാ രക്ഷകനെ കാണണമെങ്കിൽ ഈ മെഡിക്കൽ സൂപ്രണ്ടനോടൊക്കെ ചോദിക്കേണ്ടി വരും. അപ്പോൾ അതിനൊന്നും അവസരം കൊടുക്കാതെയാണ് വലിയവനായ ദൈവം ഈ പുൽത്തൊട്ടി ഒരുക്കി വെച്ചത്. എന്താ പുൽത്തൊട്ടിയുടെ പ്രത്യേകത? അതിന് 4 വശവും മറയില്ലെന്നേ. പുൽത്തൊട്ടിയല്ലേ, അതിൻ്റെ 4 സൈഡും തുറന്നു കിടക്കുകയാണ്. ഭൂമിയുടെ 4 കോണിൽ നിന്നും രക്ഷകനെ തേടി വരാം. തെക്ക് നിന്നും വടക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും കിഴക്ക് നിന്നും ആർക്കും രക്ഷകനെ തേടി വരാം. അവിടെ യാതൊരു മറകളുമില്ല. അവിടെ മധ്യസ്ഥരാരുമില്ല. രക്ഷകനെ കണ്ടെത്താം, അടുത്തു വന്ന് കണ്ടെത്താം. ബത്ലഹേം. എന്താ 24-ാം വാക്യത്തിൽ വായിച്ചത്? അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം. വീണ്ടെടുപ്പിനായി വന്ന ക്രിസ്തുവിനെയാണ് നമ്മൾ കാണുന്നത്. വീണ്ടെടുപ്പിനായി വന്ന ക്രിസ്തു യേശു, അതായത് ഉയരത്തിൽ നിന്ന് വന്ന അഭിഷിക്തൻ, അല്ലേ? നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി അയക്കപ്പെട്ട അഭിഷിക്തനാണ് ക്രിസ്തു. നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി അയക്കപ്പെട്ടവൻ. അവിടെയാണ് ബത്ലഹേമിൻ്റെ പ്രാധാന്യം. ബത്ലഹേം എന്നുള്ളൊരു വിഷയം പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമാണ് നമ്മൾ അവിടെ കാണുന്നത്. അതങ്ങനെ പറയുന്നതിൻ്റെ കാരണം എന്താ? പ്രപഞ്ച സൃഷ്ടാവായ ദൈവം തൻ്റെ സൃഷ്ടിയായ ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് ഏറ്റവും ചുരുങ്ങി ഇറങ്ങി വന്ന വരവാണത്. അതാലോചിക്കാൻ കൂടെ കഴിയും നമുക്ക്. സ്വർഗത്തിലും സ്വർഗത്തിലും ഒതുങ്ങാത്തവൻ, അടങ്ങാത്തവൻ, അത്ര വലിയവനും ഭയങ്കരനും മഹാനുമായ തേജോമനായ ദൈവം ഇതാ തൻ്റെ സൃഷ്ടിയായ ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക്, അവിടെ എന്തുമാത്രം സ്പേസ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത്രമേൽ ചുരുങ്ങി ഇറങ്ങി വന്നു. ഫിലിപ്പി ലേഖനത്തിൽ, എബ്രായ ലേഖനത്തിലൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. അവൻ തന്നെത്താൻ ഒഴിച്ചു എന്നാണ് വായിക്കുന്നത്. തന്നെത്താൻ ഒഴിച്ചു, വേഷാൽ മനുഷ്യനായി. എന്നുവെച്ചാൽ അത്രയും താണു. മനുഷ്യനാകാന്ന് പറഞ്ഞാൽ അത്രയും താണിറങ്ങി വരികയല്ലേ. കോടാനുകൂടി കിലോമീറ്റർ താഴേക്ക് വന്നെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. മനുഷ്യരായി എന്ന് പറഞ്ഞാൽ അത്രയും താഴ്മ ധരിച്ചുകൊണ്ട് നമ്മെ പ്രതി ആ സ്നേഹത്തിൻ്റെ ആഴം, അതാണ് ബത്ലഹേം. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു പിക്ചർ കാണിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ എന്തുമാത്രം ഈ പിക്ചർ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചതാ. ഇന്ന് ഞാൻ ഒന്നുകൂടെ കാണിക്കുകയാണ്. ഇത് ടാബർനാക്കലിൻ്റെ പിക്ചറാണ്. ഈ പിക്ചറിൻ്റെ പ്രത്യേകത എന്താ? ഈ പിക്ചറിലൂടെ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കണ്ടത് ഗൗരവമായ ആത്മീയ സത്യങ്ങളാണ്. അനേകർക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളെ സ്വർഗത്തിലെ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് വെളിപ്പെടുത്തി തന്ന ഒരു കാര്യമാണിത്. പഴയ നിയമത്തിൽ നിന്നൊരു പഠനമാണിതെങ്കിലും ഈ പഠനം നമ്മെ സ്പർശിച്ച പഠനമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരെയെല്ലാം ഉണർത്തിയൊരു പഠനമാണ്.
അനേകർ പുച്ഛിച്ചപ്പോൾ നമ്മളതൊന്നും ശ്രദ്ധിക്കാതെ നമ്മുടെ ശ്രദ്ധ ഇവിടെയായിരുന്നു. ഈ കാണുന്ന പിക്ചർ സമാഗമന കൂടാരത്തിൻ്റെ പിക്ചറാണ്. അതിൻ്റെ ചുറ്റോട് ചുറ്റും നമ്മൾ നോക്കുമ്പോൾ ഒരൊറ്റ വാതിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരൊറ്റ വാതിൽ, രണ്ടാമതൊരു വാതിലില്ല, ഒരൊറ്റ വാതിൽ. ആ വാതിലിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് എവിടെയാണ്? യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 15 വരെ വായിക്കേണ്ട. 15 വരെ വായിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം അവിടെയുണ്ട്. 7-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു പറയാണ്, ആടുകളുടെ വാതിൽ ഞാനാകുന്നു എന്ന്. 9-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് ഞാൻ വാതിലാകുന്നു എന്നാണ്. എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. സീരിയസ് ആയൊരു ചിന്തയാകട്ടോ കൊണ്ടുവരുന്നത്. അറിയാവുന്ന കാര്യമാണെങ്കിലും ഓർമ്മിപ്പിക്കുക. വളരെ സീരിയസ് ആയൊരു ചിന്തയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, അഥവാ രക്ഷിക്കപ്പെടും. അവൻ ശിക്ഷയിൽ നിന്ന് ഒഴിയും. എന്നിലൂടെ കടക്കുന്നവൻ. അപ്പോൾ എന്നിലൂടെ കടക്കാത്തവനോ രക്ഷപ്പെടില്ലെന്നല്ലേ അർത്ഥം? എന്നിലൂടെ കടക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഞാനാണ് വാതിൽ എന്ന് പറഞ്ഞു. ഞാൻ എന്ന് പറഞ്ഞാൽ ആരാ? സുവിശേഷം. യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ ആരാ? സുവിശേഷം. അപ്പം ഈ കാണുന്ന സമാഗമന കൂടാരത്തിന് ഒരൊറ്റ വാതിലേ ഉള്ളൂ. ഈ വാതിലിലൂടെ അകത്തേക്ക് പ്രവേശിക്കുന്ന ഇസ്രായേലിൻ്റെ പുരോഹിതന്മാർ കടന്നു വരുന്ന ദൈവസന്നിധിയിലേക്കാണ്. അവർ ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ് കടന്നു വരുന്നത്. അതുപോലെ ഇന്ന് ഒരു പാപിയായ മനുഷ്യൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരണമെങ്കിൽ ഈ ഒരു വാതിലല്ലാതെ രണ്ടാമതൊരു വാതിലില്ല. ഈ ഒരു വാതിൽ വഴി മാത്രമേ അകത്തേക്ക് കടന്നു വരാൻ കഴിയൂ. ആ വാതിൽ എന്താണെന്ന് പറഞ്ഞ് ഞാനിന്ന് അവസാനിപ്പിക്കുകയാണ്. ആ വാതിൽ തുറന്ന് നേരെ കയറി വരുന്നത് ദൈവരാജ്യത്തിലേക്കാണ്. അവിടെ കടന്നു വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഒരു യാഗപീഠമാണ്. ആ യാഗപീഠത്തിൻ്റെ കാഴ്ചകളും കാര്യങ്ങളെക്കുറിച്ചും വിശദമായി പറയേണ്ടതുണ്ട്. അവിടെ എനിക്ക് 2 കാര്യങ്ങളാണ് പറയാനും സ്ഥാപിക്കാനും ഉള്ളത്. അതായത് കൃപയാൽ വിശ്വാസം മൂലമുള്ള നീതീകരണത്തെക്കുറിച്ച്, രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചതിനെക്കുറിച്ചും പിന്നെ വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ചും സൂചിപ്പിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നൊരു വ്യക്തി തിരിച്ചറിയേണ്ട ചില കാര്യങ്ങളുമുണ്ട്. ആ തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ് ഈ വാതിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. വാതിൽ എന്ന് പറഞ്ഞാൽ സുവിശേഷം. ആ സുവിശേഷം നല്ല നിലയിൽ നമ്മൾ കേൾക്കേണ്ടതുണ്ട്, ഗ്രഹിക്കേണ്ടതുണ്ട്. പൂർവ്വകാലങ്ങളിൽ മലയാളക്കരയിലൊക്കെ സുവിശേഷം അതിൻ്റെ നിലയിൽ ശക്തിയോടെ ഘോഷിക്കപ്പെട്ട ഇടമാണ്. അതുകൊണ്ടാണ് അന്ന് അനേകർ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച്, മോചനം പ്രാപിച്ച് വിശുദ്ധ വഴികളിലൂടെ സഞ്ചരിക്കാൻ കടന്നു വന്നത്. ആ കാലഘട്ടത്തിലെ ദൈവസഭയ്ക്ക് വലിയ ക്വാളിറ്റി ഉണ്ടായിരുന്നു, ആത്മീയമായ ചൈതന്യം ഉണ്ടായിരുന്നു, വലിയ ചൈതന്യമായിരുന്നു. അതായത് ഒരു 1920-കൾ മുതൽ ഒരു 50-കൾ വരെയൊക്കെ പെന്തക്കോസ്തിൻ്റെ പുഷ്കല കാലമായിരുന്നു. കൊടുങ്കാറ്റടിച്ച കാലമാണ്. മലയാളക്കര വറച്ചുപോയ കാലമാണ്. കാതോലിക്ക വാവയും പാത്രിയാർക്കീസൊക്കെ നടുങ്ങിപ്പോയിട്ടുണ്ട്. അതുപോലെയായിരുന്നു. ഭയങ്കര മുന്നേറ്റങ്ങളായിരുന്നു, ഉണർവുകൾ. അനേക സഭകൾ സ്ഥാപിക്കപ്പെടുന്നു. അങ്ങനെ അനവധി കാര്യങ്ങൾ പറയാനുണ്ട്. 50-കൾക്ക് ശേഷം വലിയ ഭിന്നതകളും അസ്വസ്ഥതകളൊക്കെ ഉടലെടുത്തിട്ടുണ്ട്. എന്നാലും സഭ ശക്തിയോടെ മുൻപോട്ട് പോയി. എന്നാലൊരു 80-കൾക്ക് ശേഷം പതിയെ റിവേഴ്സ് ഗിയറിലേക്ക് വീണു. 90-കളൊക്കെ ആയപ്പോഴത്തേക്കും അതിനാക്കം കൂടി. ഈ 21-ാം നൂറ്റാണ്ട് പിറന്ന കാലം വന്നപ്പോഴത്തേക്ക് ന്യൂ ജനറേഷൻ പെന്തിക്കോസ്ത് എന്ന് വേണ്ട എല്ലാ പെന്തിക്കോസ്തും സഭാരാഷ്ട്രീയമൊക്കെ അതിൻ്റെ പാരമ്യത്തിലെത്തി എന്ന് പറയാം. എന്താന്ന് പോലും ആളുകൾക്ക് ഒരു ബോധമില്ലാത്ത രീതിയിലേക്ക് കൺഫ്യൂഷനുകളുടെ കാലമായിപ്പോയി. കഴിഞ്ഞ കാലങ്ങളിൽ ഗൗരവമായി ചിന്തിച്ചിരുന്നതും പറഞ്ഞിരുന്നതുമായ പഠിപ്പിച്ചിരുന്നതുമായ ഫോളോ ചെയ്തിരുന്നതുമായ പല കാര്യങ്ങളെയും ഇന്ന് എടുത്ത് ദൂരെ കളഞ്ഞു, അല്ലേ? അങ്ങനെയുള്ള പല കാര്യങ്ങളെയും ഇന്ന് ഗൗരവം കൊടുക്കാതെ നമ്മൾ ലോകത്തിൻ്റെ രീതിയിലേക്ക് വഴുതി മാറിയ ഒരു കാലമാണ്. പൗലോസ് കൊരിന്ത്യലേഖനത്തിൽ പറയുന്നില്ലേ, ക്രൂശ് എൻ്റെ കൺമുമ്പിൽ വെച്ചിരിക്കുകയാണ്. റോമാലേഖനം 8-24-25 വായിച്ചപ്പോൾ നമ്മളെന്താ കണ്ടത്? നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ഗോൽഗോഥായിൽ നമുക്ക് വേണ്ടി അവനെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ബത്ലഹേം പറഞ്ഞു, പുൽത്തൊട്ടി 4 സൈഡും തുറന്നു കിടക്കുകയാണ്. പരസ്യമായിട്ടാണ് അവിടെ കിടത്തിയിരിക്കുന്നത്. രക്ഷകനെ ആർക്കും കണ്ടെത്താം. അതുപോലെ തന്നെയാണ് യെരുശലേം പട്ടണത്തിൻ്റെ ഒരു സമീപ ഭാഗമാണ് ഈ ഗോൽഗോഥ മലയെന്ന് പറയുന്നത്. അതിൻ്റെ സൈഡിലൂടെയാണ് ആ കാലഘട്ടത്തിലെ ഒരു പെരുവഴി അഥവാ ഒരു ഹൈവേ പോകുന്നുണ്ട്. അതിലെ കടന്നു പോകുന്ന ആളുകളെല്ലാം കാണുമാറാണ് ഈ ക്രൂശീകരണം നടക്കുന്നത്. സാധാരണ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കടന്നുപോയ സകല മനുഷ്യരും കണ്ടു. നമ്മളിങ്ങനെ പറയും, മുഴു ലോകവും കാണുക അവനെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. അവിടെ എന്തെങ്കിലും ടാർപോളിനിട്ട് മൂടി മറച്ചൊന്നും വെച്ചിട്ടില്ല, തുറന്നു കിടക്കുകയാണ്.
അവൻ്റെ കല്ലറയും തുറന്നു കിടക്കുകയാണെന്ന് പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. കടന്നു പോകുന്ന ഏതൊരുവനും കാണാൻ പാകത്തിനാണ് നിർത്തിയിരിക്കുന്നത്. അവങ്കിലേക്ക് നോക്കിയവരുടെ മുഖം പ്രകാശിതമായി നമ്മൾ വായിക്കുന്നില്ലേ? അവനെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും ആ ക്രൂശിൻ്റെ അടുക്കിലേക്ക് വരാം. ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരാം. ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് പിതാവായ ദൈവം ആകർഷിക്കുകയാണ്. അതാണ് യോഹന്നാൻ 6:44 പറയുന്നത്. യോഹന്നാൻ 6:44 പറയുന്നത്, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയില്ലെന്നല്ലേ പറയുന്നത്. അപ്പോൾ പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് വരുന്നത് എങ്ങോട്ടാ? ക്രൂശിങ്കിലേക്കാണ് വരുന്നത്. ഇപ്പം ഞാൻ കാണിച്ച പിക്ചറിൽ എന്താ പറഞ്ഞത്? ഒരു വാതിലാണ് പറഞ്ഞത്. ആ വാതിൽ സുവിശേഷത്തെ കാണിക്കുന്നു. ആ സുവിശേഷം നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ തുറന്നു കൊണ്ടുവരുന്നത് എന്താ? ഈ പറയപ്പെട്ട കാൽവറിയിലെ ക്രൂശിനെയാണ് കാണിക്കുന്നത്, അഥവാ ബലിപീഠമാണ് കാണിക്കുന്നത്. ആ ബലിപീഠത്തെങ്കിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. അവിടെയാണ് ഞാൻ അല്പം മുമ്പ് പറഞ്ഞ സുറിയാനി ക്രിസ്ത്യാനി, അവൻ ചേറ്റുകുഴി കിടക്കുകയായിരുന്നു. അല്ലെ ലത്തീൻ, അല്ലെങ്കിൽ ക്നാനായ, ഇനി അതിൽ കൂടിയ വല്ല സൈസും ഉണ്ടെങ്കിൽ അതൊക്കെ കൂട്ടിക്കോ. ഇതെല്ലാം അവിടെ കിടക്കുകയായിരുന്നു. അവിടെ കിടന്നപ്പോഴാണ് ഈ സുവിശേഷം നമ്മുടെ കാതുകളിൽ വന്നത്. ആ സുവിശേഷം കണ്ണിൻ്റെ മുമ്പിൽ മറനീക്കി കാണിച്ചത് എന്താ? ഗോൽഗോഥായാണ് സുവിശേഷം. ഈ വാതിലങ്ങ് തുറന്നു വരുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച എന്താ? കാൽവറിയാണ് കാണുന്നത്. ക്രൂശിൻ്റെ ദർശനമാണ് കാണുന്നത്. ക്രൂശിൻ്റെ ദർശനം. അപ്പോൾ സുവിശേഷം അതിൻ്റെ ശക്തിയിലും മഹത്വത്തിലും മഹിമയിലും പ്രഘോഷിക്കണം. അത് കേൾക്കുമ്പോഴാണ് ഉള്ളിൽ വിശ്വാസം അങ്കുരിക്കുന്നത്. വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലുമല്ലേ? ക്രിസ്തുവിൻ്റെ വചനം പ്രസംഗിക്കണം. അങ്ങനെ അത് പ്രസംഗിക്കുമ്പോൾ, ഘോഷിക്കുമ്പോഴാണ് കേൾവിക്കാരൻ്റെ ഉള്ളിൽ വിശ്വാസമായി അത് പരിണമിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വിശ്വാസം കൊണ്ടുവരികയാണ്. നമ്മുടെ ഉള്ളിൽ ആ വിശ്വാസം കൊണ്ടുവരികയാണ്. കൃപയാൽ വിശ്വാസം മൂലം നാം ആ വീണ്ടെടുപ്പിൻ പ്രക്രിയയിലേക്ക് കടന്നു വരികയാണ്. അതിൻ്റെ സൂചനകളാണ് ഇന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ആ വാതിലൊന്ന് കാണിച്ചു. ആ വാതിൽ വഴിയല്ലാതെ വേറെ വഴിയില്ല. അപ്പോൾ രോഗസൗഖ്യവും മറ്റു വിടുതലുകളും, സാമ്പത്തിക വിടുതൽ എന്നൊക്കെ പറയുന്നത്, എൻ്റെ സഹോദരങ്ങളെ, അതിലൂടെയൊന്നും ആർക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. ദൈവം തൻ്റെ സൃഷ്ടികളോട് കരുണയുള്ളവനായതുകൊണ്ട് രോഗത്തിലും ഏതെങ്കിലും പ്രതികൂലങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവന് ആശ്വാസവും വിടുതലൊക്കെ ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും. അതുകൊണ്ട് ദൈവരാജ്യത്തിൽ വന്നു എന്നാണോ ചിന്തിക്കുന്നത്? അങ്ങനെ നമുക്ക് ചിന്തിക്കല്ലേ. അത് നമുക്ക് കുറച്ചും കൂടെ അടുക്കാനായിട്ടുള്ളൊരു സാവകാശം ലഭിക്കുന്നു എന്ന് വേണേൽ പറയാം. ദൈവത്തെങ്കിലേക്ക് അടുത്തു വരുവാനുള്ള സാവകാശമാണ് അതിലൂടെ ഉരുത്തിരിയുന്നത്. ഒരു അന്വേഷണത്തിനുള്ള സാഹചര്യം ഉരുത്തിരിഞ്ഞു വരും. നമ്മുടെ ജീവിതത്തിലെ ചില പ്രതിസന്ധികളൊക്കെ കൂടുതൽ ദൈവത്തോട് അടുക്കാനുള്ളതും അന്വേഷിക്കാനുള്ളതുമായ അവസരമാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അതല്ലാതെ ഒരാൾക്ക് മാരകമായ രോഗത്തിൽ നിന്ന് സൗഖ്യം കിട്ടിയെന്ന് ഓർത്ത് അവൻ ദൈവരാജ്യത്തിലായി എന്നല്ല അർത്ഥം. ആ സൗഖ്യം കിട്ടിയവനെ സുവിശേഷം കേൾപ്പിക്കണം. സുവിശേഷം എന്ന ഒരൊറ്റ വാതിൽ, ഒരൊറ്റ കടമ്പ, അത് കടക്കാതെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. അത് കടക്കുന്നതിനോടനുബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്, സുവിശേഷം എന്ന കലപ്പ കൊണ്ട് ഒരുവൻ്റെ ഹൃദയം ഉഴുതുമറിക്കപ്പെടണം. സുവിശേഷം എന്ന കലപ്പ കൊണ്ട് ഹൃദയം ഉഴുതുമറിക്കപ്പെടണം. തരിശു നിലങ്ങളാണ്. ആ തരിശു നിലങ്ങൾ ഉഴുതുമറിക്കപ്പെടണം. പാപത്തിൻ്റെ വേരുകളെല്ലാം പൊട്ടിക്കണം. തറഞ്ഞു കിടക്കുന്ന മണ്ണാണ് നൂറ്റാണ്ടുകളായിട്ട്, ഹൃദയകാഠിന്യം കൊണ്ട് കിടക്കുകയാണ്. അത് ഉഴുതുമറിക്കപ്പെടണം. അവൻ തിരിച്ചറിയേണ്ട ഒരു തിരിച്ചറിവുണ്ട്. ഞാൻ നഷ്ടപ്പെട്ട പാപിയാണ്, കൈവിടപ്പെട്ട് പോകേണ്ടതാണ്, തീപ്പൊയ്കയാണ് എന്നെ കാത്തിരിക്കുന്നത്. എൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ തീപ്പൊയ്കയാണെന്ന തിരിച്ചറിവ് അവന് കൊടുക്കണം. ആ തിരിച്ചറിവിലെത്തണം. ഏതൊരു മനുഷ്യനും അവിടേക്കാണ് എത്തിച്ചേരാൻ കഴിയുന്നത്. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങോട്ട് പോകുന്നതാണ് അർത്ഥം. അപ്പോഴാണ് ഈ സദ്വർത്തമാനം നമ്മൾ കേൾക്കുന്നത്. സുവിശേഷം നമുക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുകയാണ്. യെസ്, സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞല്ലോ, പിതാവ് ആകർഷിക്കുകയാണ്. ആകർഷിച്ച് ക്രൂശിങ്കിലേക്ക് നമ്മെ കൊണ്ടുവരുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. എങ്ങനെയാ? സുവിശേഷ കേൾവിയാലാണ് ആ ബോധം വരുന്നത്. അങ്ങനെയാ ബോധത്തിലേക്ക് വരുന്നത്. അതിൻ്റെ ആദ്യപടി എന്നോണം നാം തിരിച്ചറിയുന്നത് എന്താണ്? നാം പാപികളാണെന്നുള്ള തിരിച്ചറിവിലേക്കാണ് എത്തുന്നത്. പാപികളാണ്, ഒന്നും പറയാനില്ല, ഒന്നും പുകഴാനില്ല. അതിക്രമങ്ങളാലും പാപങ്ങളാലും നാം മരിച്ചു കിടക്കുകയാണ്. ആത്മീയമായി നാം മരിച്ചു കിടക്കുകയാണ്. ആത്മാവായ ദൈവത്തോട് ബന്ധപ്പെടാൻ ഒരു സാധ്യതയുമില്ല. സുവിശേഷം നമ്മെ തട്ടി ഉണർത്തുകയാണ്. ഇവിടെയൊന്നും നമ്മുടെ ഒരു പ്രവൃത്തിയെക്കുറിച്ചും അല്ല കേട്ടോ പറയുന്നത്. ഇവിടെ പ്രവൃത്തിയെക്കുറിച്ചെല്ലാം പറയുന്നുണ്ടോ? നോക്കണം. പെന്തിക്കോസുകാർ എന്തെങ്കിലും പ്രവൃത്തിയാൽ രക്ഷപ്പെടാമെന്ന് പറയുന്നവരാണോ?
എനിക്ക് മനസ്സിലാകുന്നില്ല എന്തർത്ഥത്തിലാണ് അങ്ങനെ ഒരു ആരോപണം പെന്തക്കോസ്ത് സമൂഹത്തിൻ്റെ മേലെ ഈ ആളുകൾ ഇടുന്നതെന്നുള്ളത്. പെന്തക്കോസ്തുകാരെ എവിടെയാ പ്രവർത്തിയാൽ രക്ഷപ്പെടാമെന്ന് പറയുന്നത്? അങ്ങനെ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? അപ്പോൾ സഹോദരങ്ങളെ, വഞ്ചനകളെക്കുറിച്ച് പറഞ്ഞാണ് ഞാൻ തുടങ്ങിയത്. വഞ്ചനകളുടെ കാറ്റുകൾ, 2 പ്രധാന വാക്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു. ഒന്ന് എഫേസ് ലേഖനത്തിൽ നിന്നും, ഒന്ന് 2 കൊരിന്ത്യർ ലേഖനം 11 നിന്നും. അപ്പോൾ വിവിധ നിലകളിലാണ് കാറ്റുകൾ അടിക്കുന്നത്. വിവിധ നിലകളിൽ ഞാൻ പറഞ്ഞു, ന്യൂ ജനറേഷൻ കാറ്റുകൾ അടിക്കുന്നുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന നവീന ബ്രന്തക്കോസ്ത് കാറ്റുകളുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള കാറ്റുകൾ നമ്മുടെ ചുറ്റും ഇങ്ങനെ അടിക്കുന്നുണ്ട്. അതിൻ്റെ നടുവിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നതും ആശ്വസിക്കുന്നതുമായ വചനങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഈ വചനങ്ങളാൽ നിങ്ങൾ ആശ്വസിച്ചു കൊള്ളുവിന്ന് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. ആ കാഴ്ച നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ഒരിക്കൽ കാണുവാനിടയായി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ശുശ്രൂഷിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ നമ്മുടെ അടുക്കൽ വന്ന സുവിശേഷം കേൾപ്പിച്ചപ്പോൾ പാപത്തിൻ്റെ പടുകുഴിയിൽ കിടന്ന നാം, ചേറ്റുകുഴിയിൽ കിടന്ന നാം അത് കേട്ട് അതിൻ്റെ മുമ്പാകെ സറണ്ടർ ചെയ്ത് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ ആ വാതിലിലൂടെ അകത്ത് വന്നവരാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ. വാതിലിലൂടെ അകത്ത് വരാത്ത ആരെങ്കിലും മേലാൽ നമ്മളെ കേൾക്കുന്നുണ്ടെങ്കിൽ അത്തരക്കാർ യഥാർത്ഥ വാതിൽ കണ്ടെത്തുക. വാതിൽ കണ്ടെത്തുക, നിങ്ങൾ വാതിൽ കണ്ടെത്തുക. ആ വാതിലിലൂടെ അകത്തേക്ക് വരിക. അകത്തേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ മേച്ചിലുണ്ട് കേട്ടോ, മേച്ചിലുണ്ട്. ഇവിടെ നീരുറവയുണ്ട്. ആ നീരുറവയിൽ നിന്ന് നിങ്ങൾക്ക് കുടിക്കാൻ കഴിയും. അങ്ങനെ ആത്മീയത്തിൽ പുഷ്ടി പ്രാപിക്കാൻ കഴിയും. ആത്മീയത്തിൽ കരുത്തുറ്റവരായി മാറുവാൻ കഴിയും. ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിൽ എടുക്കപ്പെടൂ എന്ന് ചോദിച്ചാൽ സന്ദേഹിക്കേണ്ട ആവശ്യമില്ല. അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഉറച്ചു പറയാൻ കഴിയും, യെസ്, എന്നെ തേടിയാണ് എൻ്റെ കർത്താവ് വരുന്നതെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. ഉറപ്പിച്ചു പറയാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.